ആ വടി കൊണ്ട് ഒരു പർവ്വതത്തെ ഒരടിയടിച്ചാൽ പർവ്വതം പൊടിഞ്ഞു പോകും. മുറസ്സബ എന്നുള്ള വടി. മൻ റബ്ബുക്കാന്ന് ചോദിക്കും, അവൻ എനിക്ക് അറിഞ്ഞൂടാന്ന് പറയും. ഒരു മുനാഫിഖനും ഒരു മുശ്രിക്കിനും ഉത്തരം പറയാൻ കഴിയില്ല. അങ്ങനെ അറിയില്ല എന്ന് പറയുമ്പോൾ അടിക്കും, അവൻ പൊടിഞ്ഞു പോകും, ധൂളിയായി പോകും, അവൻ പൊളഞ്ഞു കരയും, വീണ്ടും പഴയപടി. അടുത്ത ചോദ്യം, ഉത്തരവില്ല. ഇവിടെ പഠിച്ചു വെച്ച ആളാണെങ്കിലും അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഉത്തരം പറയാൻ കഴിയില്ല. അവിടെ നാവ് തടയപ്പെടും. അങ്ങനെ അവൻ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയും, അടി കിട്ടും. ഓരോ ചോദ്യത്തിനും അടി കിട്ടും. ചോദ്യം ആവർത്തിക്കേണ്ടതുണ്ടായാൽ അതൊക്കെ ഇത് തന്നെ ഗതി. രണ്ടാമതൊരിക്കൽ കൂടി ഇതേ ചോദ്യങ്ങൾ ചോദിക്കും. വിശ്വാസി രണ്ടാമത് ചോദിക്കുമ്പോഴും കൃത്യമായി ഉത്തരം പറയും. അതാണ് യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി. അവിശ്വാസിക്ക് അപ്പോഴും ഉത്തരം പറയാൻ കഴിയില്ല. അടി അപ്പോഴും ഉണ്ടാകും. ഖബറിലെ ശിക്ഷകൾ ആരംഭിച്ചു. ഇത് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടാകും? ഒരിക്കൽ നിങ്ങൾക്കറിയാമോ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ ഒരു ജൂതപ്പെണ്ണ് വന്നു. ഇസ്രായേലി പ്രവാചകന്മാർ ഖബർ ശിക്ഷയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ജൂതപ്പെണ്ണ് ആയിഷ ബീവിയുടെ അരികിൽ വന്നപ്പോൾ പറഞ്ഞു, ആദക്കില്ലാഹു മിൻ അദാബിൽ ഖബർ, ആദക്കില്ലാഹു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു കൊടുത്തു, എന്താണ്? ഖബറിൽ ശിക്ഷയുണ്ട്. എന്തിനാ ശിക്ഷ? ഇന്ന അദാബൽ ഖബരി മിനൽ ബൗൽ, മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, മനോഹരിച്ചിട്ടില്ലെങ്കിൽ, വസ്ത്രത്തിൽ തുള്ളി ബാക്കിയാക്കുകയാണെങ്കിൽ മൂത്രത്തിന്റെ വിഷയത്തിൽ, മൂത്രവിസർജനത്തിന്റെ വിഷയത്തിൽ ഖബറിൽ ശിക്ഷയുണ്ടെന്ന് ആ സ്ത്രീ പറഞ്ഞു. അപ്പോ ആയിഷ ബീവിക്ക് ഒരു സംശയമായി. ഫഖുൽതു, ഞാൻ അവരോട് പറഞ്ഞു, കദബത്തി, നീ നുണയാ പറഞ്ഞു, ഖബറിൽ ശിക്ഷയൊന്നുമില്ല, ശിക്ഷയൊക്കെ നരകത്തിലെത്തിയിട്ട, ഖബറിൽ ശിക്ഷയൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഫഖാലത്ത്, അപ്പൊ ജൂതപ്പെണ്ണ് പറഞ്ഞു, ബല, അല്ല, ഇന്നാ ലനുഖറദു മിൻഹുൽ ജിൽദ വസ്സൗബ, മലമൂത്ര വിസർജനത്തിൽ മറ സ്വീകരിക്കാതിരിക്കുന്നവരും പൂർണ്ണമായി വിസർജിക്കാത്തവരും മനോഹരിക്കാത്തവരും, അങ്ങനെ അതിന്റെ വിഷയത്തിൽ അവന്റെ വസ്ത്രവും തൊലിയും കൂടി അഗ്നിയുടെ കത്രികയും കൊണ്ട് കത്തിരിക്കപ്പെടും. ഇന്നാല നുഖ്റദു മിൻഹു എന്ന് ആ ജൂതപ്പെണ്ണ് പറഞ്ഞു. അപ്പോ ആയിഷ ബീവി എന്ത് ചെയ്തു? ആയിഷ റളിയല്ലാഹു അൻഹ അപ്പോഴാണ് ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി ളുഹർ നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. വഖദ് ഇർതഫഅത് അസ്വാതുന, ഞങ്ങളുടെ ശബ്ദം കുറച്ച് കൂടിപ്പോയി. ജൂതപ്പെണ്ണ് പറയണത് ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന്, ഞാൻ പറയുന്നത് ഇജ്ജ് നുണയാ പറയണം. അങ്ങനെ ഞങ്ങളുടെ ശബ്ദം കുറച്ച് ഉയർന്നു പോയി. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാഹാദ, എന്താ ഇത്? ഫഅഖ്ബർതുഹു ബിമാ ഖാലത്, അപ്പൊ ജൂതപ്പെണ്ണ് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ നബി പറയാണ്, സദഖത്, അവൾ സത്യമാണ് പറഞ്ഞത്. നസായിയിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഇതേ വിഷയം നമുക്ക് ബുഖാരിയിൽ കാണാം. ബുഖാരിയിൽ ഇങ്ങനെയാ ഉള്ളത്. അപ്പോൾ നബി പറഞ്ഞു, നാം അദാബുൽ ഖബരി ഹഖുൻ, ഖബറിന്റെ ശിക്ഷ സത്യമാണ്. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീബി പറഞ്ഞു, ഫമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദു സ്വല്ലാ ഇദാ തഅവദ മിൻ അദാബിൽ ഖബർ, അന്നത്തെ സംഭവത്തിന് ശേഷം നബി ഒരു നമസ്കാരവും നിർവഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതിന്റെ അവസാനത്തിൽ ഖബർ ശിക്ഷയിൽ നിന്ന് ശരണം തേടാതെ. നബി ദുആ ചെയ്യും എല്ലാ നിസ്കാരത്തിന്റെ വാക്കിലും. ഫമാ സല്ലാ ബഅദ യൗമഇദിൻ ഇല്ലാ ഖാല ദുബറ കുല്ലി സലാം, അന്ന് മുതൽ എല്ലാ നമസ്കാരത്തിന്റെ അവസാന ഭാഗത്തും സലാം വീട്ടുന്നതിന് മുമ്പ് നബി പറയും, റബ്ബ ജിബ്രാഈല വ മീകാഈല വ ഇസ്രാഫീൽ ആയിദ്നി മിൻ ഹർരിൻ നാർ വ ആയിദ്നി മിൻ അദാബിൽ ഖബർ, നരകത്തിന്റെ ചൂടിൽ നിന്നും ഖബറിന്റെ ശിക്ഷയിൽ നിന്നും അല്ലാഹുവേ എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയ്യാത്തിന് ശേഷം പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബരി വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. ഒരു സഹാബിയെ മറമാടാൻ കൊണ്ടുപോകുമ്പോൾ നബി അവിടെ കൂടിയ ആളുകളോട് പറയും, ഇസ്തഈദു മിൻ അദാബിൽ ഖബർ, ഇപ്പോൾ നിങ്ങൾ അല്ലാഹുവോട് ഖബർ ശിക്ഷയിൽ രക്ഷ തേടണം. മറമാടി പോന്നാ പോരാ. മയ്യത്ത് മറമാടാൻ പോകുമ്പം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ എന്ന് അവനാന് വേണ്ടിയും പ്രാർത്ഥിക്കണം, മയ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം, അവനാന് വേണ്ടിയും പ്രാർത്ഥിക്കണം. നബി അങ്ങനെ ചെയ്യാറുണ്ട്. നബി അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബറാ ഇബ്നു ആസിബ് റിപ്പോർട്ട് ഹദീസ് കാണാം, ഇസ്തഈദു മിൻ അദാബിൽ ഖബർ എന്നൊരു ഖബർ അൻസാരിയായി യുവാവ് മരിച്ചപ്പോൾ നബി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് ശരണം തേടിക്കൊള്ളണം എന്ന്. മുഅ്മിനുകൾക്കാണ്, സത്യവിശ്വാസികളാണ്, മലമൂത്ര വിസർജനത്തിൽ മര്യാദകേട് കാണിച്ചാൽ അവർക്ക് ഖബർ ശിക്ഷയുണ്ട്. മാത്രമാണോ, മർറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബറൈനി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, ബുഖാരി. ഒരിക്കൽ നബി രണ്ട് ഖബറെടുത്ത് നടന്നുപോയി. ഫഖാൽ, അവിടെ വെച്ച് നബി പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാൻ, രണ്ടാളും ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വമാ യുഅദ്ദബാനി ഫീ കബീർ, വലിയ കുറ്റങ്ങൾക്കൊന്നുമല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. മനസ്സിൽ വെച്ചോളൂ, വമാ യുഅദ്ദബാനി ഫീ കബീർ, കബീർ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. ശിർക്കിന്റെയും കുഫറിന്റെയും പേരിൽ അല്ല ശിക്ഷ. പിന്നെയോ സുമ്മഖാല ബല അമ്മ അഹദുഹുമാ ഫകാന യസാബിൻ നമീമ, ഒന്നാമത്തെ ആൾ നമീമത്തുമായി നടക്കുന്നവനാണ്. അപ്പം നല്ല മുവഹിദായ മുജാഹിദായ ഒരു ആണ് ഒരു പെണ്ണ്
നമീമത്തുമായിട്ട് നടന്നാൽ ഖബറിൽ തൗഹീദ് കൊണ്ട് കഴിച്ചില്ലാന്ന് വിചാരിക്കണ്ട. തൗഹീദ് കൊണ്ട് കഴിച്ചിലാവിൽ നരകത്തിന് അവസാനമെങ്കിലും ഒരു മോചനം കിട്ടുമെന്നുള്ളതാണ്. നരകത്തിന് സമ്പൂർണ്ണ മോചനം കിട്ടാൻ തൗഹീദ് മാത്രം പോരാ. തൗഹീദിന്റെ അടിത്തറയിൽ ഒരു ഇസ്ലാമിക ജീവിതം തന്നെ വേണം. മനസ്സിലായില്ലേ? ശിർക്കും അതേപോലെ തന്നെ നമസ്കാരമില്ലാത്ത അവസ്ഥയുമുള്ളവർ ഒരു കാരണവശാലും നരകത്തിന് പുറത്തു വരൂല, സ്വർഗത്തിലേക്ക് അവരെത്തൂല. അത് രണ്ടുമുണ്ട്. അതോടൊപ്പം മറ്റു തെറ്റുകുറ്റങ്ങൾ യഥേഷ്ടം ചെയ്തവരാണെങ്കിൽ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാതെ അവർക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ എന്തുണ്ടായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ആ വിഷയം പഠിപ്പിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ വഅമ്മൽ-ആഖറു, രണ്ടാമത്തെ ആൾ ഫകാന ലാ യസ്തതിറു മിൻ ബൗലിഹി, മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. പരസ്യമായിട്ട് മൂത്രമൊഴിക്കും. റോട്ടുമ്പോൾ കുട്ടികളൊന്നും ഇങ്ങനെ അവിടെ ഇവിടെ മൂത്രമൊഴിച്ച് സമ്മതിക്കരുത്. മൂത്രമൊഴിക്കുന്നൊരു മര്യാദയുടെ, ആ വൃത്തിയുടെ മര്യാദയും ശുദ്ധിയും അതിൻ്റെ ആ ആഭിജാത്യവും പഠിപ്പിക്കണം. അതുവരെ ഇസ്ലാം സൂക്ഷിക്കുന്നു. അതിൽ അശ്രദ്ധ കാണിക്കുന്നവർക്ക് വരെ ഖബർ ശിക്ഷയുണ്ടെന്ന് പഠിപ്പിച്ചു. തോന്നിയതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇത് ചിന്തിക്കണം, കേൾക്കണം, പഠിക്കണം. എന്നാലേ ജീവിതത്തിൽ മാറ്റം വരൂ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹദക്കും ഇദാ മാത ഉരിദ അലൈഹി മഖഅദഹു ബിൽ ഗദാത്തി വൽ അശി. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ, അത് 40 കൊല്ലമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ദിവസത്തിന് 50,000 കൊല്ലത്തിന് ദൈർഘ്യമുണ്ടെന്നും ഓർമ്മിപ്പിച്ചു. എല്ലാ രാവിലെയും വൈകുന്നേരവും നരകം അവന് പ്രദർശിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ സ്വർഗം പ്രദർശിപ്പിക്കപ്പെടും. അതായത് ഇൻകാന മിൻ അഹ്ലിൽ ജന്ന ഫമിൻ അഹ്ലിൽ ജന്ന. ആരെങ്കിലും രാവിലെ അനുഭവിക്കുന്നത് സ്വർഗത്തിന്റെ അനുഭവമാണെങ്കിൽ, കാണുന്നത് സ്വർഗമാണെങ്കിൽ, അവൻ പിന്നീട് സ്വർഗത്തിൽ തന്നെ എത്തും. വഇൻകാന മിൻ അഹ്ലിൻ നാർ ഫമിൻ അഹ്ലിൻ നാർ. ഖബറിൽ ആരെങ്കിലും അനുഭവിക്കുന്നത് നരകത്തിന്റെ അനുഭവമാണെങ്കിൽ, കാണുന്നത് നരകാഗ്നിയാണെങ്കിൽ, നരകത്തിന്റെ ആവിയാണ് ഖബറിലേക്ക് വരുന്നത് എങ്കിൽ അവൻ നരകത്തിൽപ്പെട്ടവൻ തന്നെ. ഫയുഖാലു, എന്നിട്ട് പറയപ്പെടുന്നു, ഹാദാ മഖ്അദുക ഹത്താ യബ്അസകല്ലാഹു യൗമൽ ഖിയാമ. ഇതാണ് ഖിയാമത്ത് നാൾ വരെ നിന്റെ സീറ്റ്. അപ്പൊ ഖിയാമത്ത് നാൾ ആയിട്ടില്ല, മരിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. മരിച്ചതിന് ശേഷം, ഇന്ന് മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാൾ വരെ, അപ്പോൾ അവിടെ എല്ലാ രാവിലെയും വൈകുന്നേരവും കാണിക്കുന്ന സീറ്റ് കഴിച്ചു കൂട്ടണം. സ്വർഗവാസിക്ക് നല്ല സ്വർഗത്തിൽ നിന്നുള്ള കാർപ്പറ്റ് വിരിച്ചു കൊടുക്കും. അഫരിസുഹു ഫിറാശം മിൻ ഫുറുസിൽ ജന്ന അല്ലാഹു കൽപ്പിക്കും. അൽബിസുഹു ലിബാസം മിൻ ലിബാസിൽ ജന്ന എന്ന് പറയും. നേരെ മറിച്ച് നരകവാസിക്കാണെങ്കിലോ അവന് നരകാഗ്നിയുടെ ഒരു വസ്ത്രം ധരിപ്പിക്കപ്പെടും. ഖബറാണെങ്കിൽ കുടുസാക്കപ്പെടും. അവിടെ കൂരിട്ട് നിറയും. അവന്റെ തിന്മകളൊക്കെ അവനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് സത്യവിശ്വാസിയാണെങ്കിൽ അവൻ നോട്ട നോമ്പും നിസ്കരിച്ച നിസ്കാരവും സക്കാത്തും ഹജ്ജും മാതാപിതാക്കളോട് മര്യാദക്ക് പെരുമാറിയതും കുട്ടികളോട് കരുണ കാണിച്ചതും ഹലാലായ സമ്പാദ്യവും എല്ലാം നല്ല വസ്ത്രമണിഞ്ഞ് സുന്ദരന്മാരായി അവനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഖബർ കണ്ണെത്തുവോളം വിശാലമാക്കി കൊടുത്ത് സ്വർഗത്തിന്റെ വിധാനം അത്രയും വിരിച്ചു കൊടുത്ത് അവന് സന്തോഷിക്കാൻ ഉറ്റവരും ഉടയവരുമുണ്ടെങ്കിൽ അവന് ഇത്രയും സന്തോഷമുണ്ടാവില്ല. കർമ്മങ്ങൾ ഖിയാമത്ത് നാൾ വരെ അവനെ സന്തോഷിപ്പിച്ച് നല്ല വസ്ത്രമണിഞ്ഞ് നല്ല മുഖത്തോട് സുന്ദരന്മാരായി അവന്റെ കൂടെ ഖബറിലുണ്ടായിരിക്കും. പിന്നെ എന്തിനാ ഖബർ പോകാൻ പേടിക്കണം? ഹൃദയം ശുദ്ധീകരിച്ച് മരിച്ചവരെന്തിനാ ഖബർ പോകാൻ പേടിക്കണം? വല്ലാത്തൊരു പേടിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റണം. മ്യൂസിക്കും ഡാൻസും പാട്ടും ഒക്കെ ഞാൻ പറഞ്ഞു, മുനാഫിക്കുകൾക്ക് നരകത്തിന് രക്ഷപ്പെടണം എന്നുള്ളൊരു വിചാരമില്ല. കാഫിരീങ്ങൾക്ക് ആ വിചാരമില്ല. അതുകൊണ്ട് അവർ സുബഹിസ്കരിക്കുന്നില്ല, ജമാഅത്തിൽ പങ്കെടുക്കുന്നില്ല. നമ്മളും അങ്ങനെ തന്നെ ജമാഅത്തിൽ പങ്കെടുക്കുന്നില്ല. നമുക്കും മ്യൂസിക് ഉണ്ട്, ഹറാമുണ്ട്. എന്നിട്ട് നമ്മൾ സ്വർഗത്ത് പോകണം എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം. നമ്മൾ ഇവിടെയൊക്കെ രക്ഷ കിട്ടേണ്ടവരാണ്. അപ്പോൾ ഇവിടെയൊക്കെ ശിക്ഷിക്കപ്പെടുന്നവരുടെ സമ്പ്രദായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഹറാമുകൾ കാണുന്ന കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. അള്ളാഹുവിനെ കാണണമെങ്കിൽ ഹലാല് കാണണം. ഹറാമുകൾ ആസ്വദിക്കുന്ന കാതുകൾ കൊണ്ട് റബ്ബിന്റെ ശബ്ദം ആസ്വദിക്കാനോ സ്വർഗത്തിലെ സുന്ദരമായ നാദങ്ങൾ ആസ്വദിക്കാനോ കഴിയില്ല. അതുകൊണ്ട് ഹലാലുകളെ ആസ്വദിക്കൂ എന്ന് തീരുമാനമെടുക്കണം. ഹറാമ് തൊടുന്ന കൈകൊണ്ട് സ്വർഗത്തിന്റെ കണികൾ തൊടാമെന്ന് ആരും കരുതേണ്ടതില്ല. ഹറാമ് രുചിക്കുന്ന നാവ് കൊണ്ട് സ്വർഗത്തിലെ മദ്യങ്ങൾ രുചിക്കാമെന്ന് ആരും കരുതേണ്ടതില്ല. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ശരിക്കും ബോധവാന്മാരാകണം. എന്തൊക്കെ ശിക്ഷ ഉണ്ടാവും നരകത്തിലെ ഖബറിലെ ശിക്ഷയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നിടത്ത് കാണാം, ഫലാ യസാലു മുഅദ്ദബൻ, അവൻ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹത്താ യബ്അസഹുല്ലാ, അല്ലാഹു അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ. മിൻ മൽജഇഹി, അവന്റെ ഖബറിൽ നിന്ന്. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ ശിക്ഷിക്കപ്പെടുന്നതിന്റെ അർത്ഥം എന്താ? ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന. ഖുർആൻ എന്താ പറഞ്ഞത്? സനുഅദ്ദിബുഹും മറത്തൈൻ സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അദീം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഇനി ഈ മൂത്രവിസർജനത്തിൽ ശ്രദ്ധിക്കാത്തവർക്കും നമീമത്ത് പറയുന്നവർക്കും മാത്രമാണോ ശിക്ഷ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നു. ഒരു യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പക്ഷത്ത് പ്രവാചകനോടൊപ്പം യുദ്ധം ചെയ്ത് സജീവമായി യുദ്ധം ചെയ്ത് പോരാടിയ മിദ്അം എന്നു പേരുള്ള ഒരാൾ, മിദ്അം മുനാഫിഖാണ്,
അയാൾ മരിച്ചു. മുനാഫിക്കാണോ അല്ലെങ്കിൽ സഹാബിയൊക്കെ അറിഞ്ഞല്ലോ. അവരെ യുദ്ധത്തിൽ പോരാടി അയാളുടെ ആ പ്രവർത്തനം കണ്ടപ്പോൾ മൂപ്പര് യുദ്ധത്തിൽ വന്നെന്തിനാ അറിയോ? യുദ്ധത്തിൽ പോയാൽ എന്തെങ്കിലും കിട്ടും, സ്വത്തുക്കളെ സമ്പാദ്യം കിട്ടും, അത് കിട്ടാനാ പോയത്, അല്ലാതെ ജിഹാദിന്റെ കൂലിട്ടാനല്ല പോയത്. അത് നമുക്കറിഞ്ഞൂടാ. അള്ളാഹുവിന്റെ വഹി ഉണ്ടായതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു, മറ്റു സ്വഹാബികൾ അത് അറിഞ്ഞില്ല. അങ്ങനെ എന്തുണ്ടായി? അയാൾ മരിച്ചപ്പോൾ സ്വഹാബികൾ പറഞ്ഞുപോയി, ഹനീ അൻ ലഹുൽ ജന്ന, മംഗളം, അയാൾക്ക് സ്വർഗം. ഓ, അയാൾ സ്വർഗത്ത് പോയി ഷഹീദായില്ലേ എന്ന് പറഞ്ഞു. ഭാഗ്യവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടു. നബി തിരുത്തി, കല്ല, ഇല്ല, അയാൾ സ്വർഗത്തിൽ പോകില്ല. വല്ലദീ നഫ്സി ബിയദിഹി, അവന്റെ കൈ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, അവന്റെ കയ്യിലാണ് എന്റെ ആത്മാവ്. അള്ളാഹു തന്നെ സത്യം. ഇന്ന ശംലത്തല്ലത്തി അഖദഹാ യൗമ ഖൈബറിൻ മിനൽ മഗാലിം ലം തുസിബ്ഹാ അൽ മഖാസിം ലിതസ്അല അലൈഹി നാറ. ഖൈബറിൽ യുദ്ധത്തിന്റെ ആർജിത സ്വത്തുക്കൾ അത് വിഹിതമാക്കി വീതിച്ചു കൊടുക്കുന്നതിന് മുമ്പ് കൈവശപ്പെടുത്തിയവനാണിവൻ. അങ്ങനെയുള്ള ആളുകൾ നരകത്തിൽ കത്താൻ വേണ്ടിയാണത് ചെയ്തത്. ഖബറിൽ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ അവനന്ന് മോഷ്ടിച്ച പുതപ്പ് അഗ്നിയായി അവന്റെ ശരീരത്തിൽ പൊതിയപ്പെടുമെന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ എന്തുണ്ടായെന്നറിയോ? ഫലമ്മാ സമിയ ദാലിക്കന്നാസ്, നബി പറഞ്ഞത് ജനങ്ങൾ കേട്ടപ്പോൾ, ജാഅ റജുലുൻ ബി ശിറാക്കിൻ ഔ ശിറാക്കൈനി, ഒരാൾ ഒരു ചെരുപ്പിന്റെ വാറുമായിട്ട് ഒന്നിന് ചെരുപ്പും കൊണ്ടുവന്നു, അല്ലെങ്കിൽ 2 ചെരുപ്പും കൊണ്ടുവന്നു. ഓൻ എവിടുന്ന് ഒരു ചെരുപ്പ് പൊക്കിയതാണ്. അത്ര ഗൗരവത്തിലെടുത്ത് ചെരുപ്പല്ലേ എന്ന് വിചാരിച്ചു, അതവിടെ കിട്ടിപ്പെടുത്തേണ്ടതാണ് ഒരു ചെരുപ്പ്. അങ്ങനെ പലരും വന്നു. അപ്പൊ ചെറുതാണെന്ന് വിചാരിക്കുന്ന സംഗതികളൊക്കെ വീട്ടിലും പോക്കറ്റിലും മേശപ്പുറത്തും കുട്ടികൾ ഉപയോഗിക്കുന്നതൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പൊക്കിയതാണോ അനർഹമായി സമ്പാദിച്ചതാണോ എന്ന് ശരിക്കും എല്ലാവരും നോക്കണം. ഖബറിന്ന് രക്ഷപ്പെടൂല കേട്ടോ, ഖബറിന്ന് രക്ഷപ്പെടൂല. നമ്മളെ ആരാൻ്റെ വീട്ടിൽ നിന്ന് കുട്ടികൾ അവിടെ വീണെടുക്കുന്ന പഴങ്ങളും മറ്റൊക്കെ പറിച്ചോടുന്ന കഴുകി തിന്നാൻ പറയുന്നല്ലാതെ ഇതെനിക്ക് എവിടുന്ന കിട്ടിയെന്ന് അത് ചോദിക്കാൻ പഠിക്കണം. കുട്ടികൾ അവർക്ക് കയ്യിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു സാധനത്തിൽ എവിടുന്നാണ് ഉണ്ടായതെന്ന് ചോദിച്ച് കുട്ടികളെ ചെറുപ്പത്തിലെ ശീലിപ്പിക്കണം. ആരാൻ്റെ മുതൽ കവർന്നെടുക്കാൻ അവരെ പ്രേരിപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ സമർത്ഥനാണെന്ന് പറഞ്ഞവനെ പ്രോത്സാഹിപ്പിക്കരുത്. വലിയ അപകടമാണത്, മനസ്സിലായില്ലേ? അവനാൻ ജോലി ചെയ്യുന്നു, ഓഫീസിൽ നിന്നും ജോലി സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ അവകാശമില്ലാത്ത സംഗതി, മനസ്സിലായില്ലേ? കീശയിൽ കിടക്കുന്ന ഒരു പേനയെക്കുറിച്ച് പോലും റബ്ബിൻ്റെ അരികിൽ മറുപടി പറയേണ്ടി വരുന്നുള്ളൊരു ബോധം ഉണ്ടാവണം, മനസ്സിലായില്ലേ? ഒന്നുകിൽ അതിയായി കിട്ടിയത്, അല്ലെങ്കിൽ അധ്വാനിച്ച് നേടിയത്, സദഖയായി കിട്ടിയത്, ഇതല്ലാതെ വേറൊരു സംഗതി നമ്മുടെ കയ്യിൽ നല്ലതല്ല. അന്യായമായി ഒന്നും കൈവശപ്പെടുത്തരുത്. മറ്റൊന്നും നുണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശിക്ഷ കണ്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ നബി കണ്ടൊരു ശിക്ഷ എന്താ അറിയോ? ഫൈദൻ റജുലുൻ ജാലിസ്, അപ്പോഴതാ ഒരാൾ അങ്ങനെ ഇരിക്കുന്നു ഖബറിൻ്റെ ഒരു ഭാഗത്ത്, നരകത്തിൻ്റെ ഒരു ഭാഗത്ത്. ഖബറിലാണ് സംഭവം. വറജുലുൻ ഖായിമുൻ ബിയദിഹി കല്ലു, വേറെ ഒരാൾ നിൽക്കുന്നു, അയാളുടെ കയ്യിൽ ഒരു കൊളുത്തുണ്ട്. എന്നിട്ട് മിൻ ഹദീദ്, ഇരുമ്പിൻ്റെ കൊളുത്താണ്. യുദ്ഖിലുഹു ഫീ ശിദ്ഖി, അവൻ്റെ കടവായിൽ ആ കൊളുത്ത് പ്രവേശിപ്പിച്ചു. ഹത്താ യബ്ലുഗ ഖഫാഹു സുമ്മ യഫ്അലു ബിശിദ്ഖിൽ ആഖർ, അങ്ങനെ പെരടിയിലെത്തുന്നത് വരെ ആ കൊളുത്തുകൊണ്ട് ഇങ്ങനെ ആഴ്ത്തി ഇറക്കുകയാണ്. അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത മിസലധാരിക്ക് അതുപോലെ തന്നെ അടുത്ത കവിളിലും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവസാനം ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു, ഈ കണ്ട കാര്യമുണ്ടല്ലോ, റസൂൽ വിശദീകരിച്ചു കൊടുക്കാൻ, അമ്മല്ലദീ റഅയ്തുഹു യുശഖ്ഖു ശുദുഖുഹു ഫകദ്ദാബ്, ഞാൻ ആ കടവായി പിളർക്കപ്പെടുന്നതായി ഞാൻ കണ്ടത് ആരാണെന്നറിയോ? അത് നുണയനാണ്. അതിന് വലിയ നുണയൊന്നും പറയണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തൊരിക്കൽ ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ വന്നു, മോനെയും കൂട്ടിയിട്ട് എന്തോ ഒരാവശ്യത്തിന് വന്നപ്പോൾ റസൂൽ ചോദിച്ചു, മകനെ മോനെവിടെ, ജാബിർ എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ജാബിർ കളിക്കാൻ 5 വയസ്സ് ചെറിയ കുട്ടിയാണ്. അപ്പോൾ ജാബിറിനെ വിളിച്ചു, ജാബിർ എവിടെ വാ, റസൂൽ തന്നെ കാണുന്നവരോ. അവൻ വന്നില്ല. ഉമ്മ വിളിച്ചപ്പോൾ അവൻ കളിയിൽ തന്നെ. വരാൻ വേണ്ടി ഉമ്മ പറഞ്ഞു, മോനെ എവിടെ വന്നാൽ എനിക്ക് ഈത്തപ്പഴം തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് കൈ ഇങ്ങനെ നീട്ടി കാണിച്ചു കൊടുത്തു ചുരുട്ടിയിട്ട്. അപ്പോൾ നബി ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ ഈത്തപ്പഴം ഉണ്ടോ? അവൻ വരാൻ വേണ്ടി, അങ്ങനെയാണ് സാധാരണ എന്തെങ്കിലും നുണ പറയില്ലേ, പറയാൻ പാടില്ല, അത് മതി നുണ. ഖബറിൽ ശിക്ഷ കിട്ടാൻ നുണയായിട്ട് അത് മതിയെന്ന് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ നാട്ടിൽ നുണ പറയൽ മത്സരം വരെ നടത്തി കളയും വേണമെങ്കിൽ. ആ നിലവാരമാണ് നമ്മുടെ നാട്ടിൽ. നുണ പറയാനൊരു ഉളുപ്പുമില്ല, നുണ എഴുതാനൊരു ഉളുപ്പുമില്ല, നുണ പ്രചരിപ്പിക്കാനൊരു ഉളുപ്പുമില്ല. ഞാനാകട്ടെ നിങ്ങളാകട്ടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നാലും സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നാലും നുണ പറഞ്ഞാൽ ഒരു ഖോജയും രക്ഷപ്പെടുന്നു വിചാരിക്കേണ്ട പടച്ചോൻ്റെ അടുത്ത്. ശരിക്കും മനസ്സിലായിക്കോളും. അതാരാണെങ്കിലും ശരി, എല്ലായിടത്തും സൂക്ഷിക്കണം. അവനാൻ്റെ വിചാരണയെ സംരക്ഷിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. ഖബറിലാണെങ്കിലും പരലോകത്താണെങ്കിലും ഒക്കെ നഫ്സി നഫ്സിയാണ്. ശരിക്കും ചിന്തിക്കണം. അങ്ങനെ അവിടെ അതാ നുണ പറയുന്നവർക്ക് കഠിനമായ ശിക്ഷ. ആ ശിക്ഷയെക്കുറിച്ച് പറയുന്ന ഹദീസ് ബുഖാരിയിലാണ് അതുള്ളത്. അതിൻ്റെ അവസാന ഭാഗത്ത് കാണാം നുണ പറയുന്നതിന് ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ട് ഫയസ്നഉ ബിഹി മാ റഅയ്ത, നീ ഇപ്പോൾ
ഖിയാമത്ത് നാൾ വരെ 40 കൊല്ലം രാവിലെയും വൈകുന്നേരവും ഈ പരിപാടി തുടരും. അള്ളാഹു ഇത്രയൊക്കെ ബോധവൽക്കരണം നൽകി, ഹിദായത്ത് നൽകി, തെളിവ് നൽകി. എന്നിട്ടും ഈ തെറ്റുകൾ ഇങ്ങനെ ആവർത്തിച്ചിട്ട് സ്വർഗത്ത് പോകണം, ഈ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ശരിക്കും ചിന്തിക്കണം. ഇനി വേറെ ഒരാളെ കണ്ടു, വല്ലദീ റഅയ്തുഹു യസ്ദഖു റഅസഹു ഫറജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആന ഫനാമ അൻഹു ബില്ലൈൽ വലം യഅമൽ ഫീഹി ബിന്നഹാർ യുസ്അലു ബിഹി ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെയുള്ള വേറൊരു ശിക്ഷ ബർസഖിൽ. എന്താ ശിക്ഷ? ഒരു മനുഷ്യൻ്റെ വലിയ പാറക്കല്ലുകൊണ്ട് അയാളെ ചരിച്ച് കിടത്തിയിട്ട് തല ഇങ്ങനെ അടിച്ച് പരത്താണ്, തിരിച്ചും മറിച്ചിട്ടിട്ട്. ആരാ ആള്? അല്ലമഹുല്ലാഹുൽ ഖുർആൻ. അള്ളാഹു അയാൾക്ക് ഖുർആൻ നന്നായി പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഖുർആൻ ഓതാനൊക്കെ അറിയുന്ന ഒരാളാണ്, ഖുർആനിൻ്റെ ആശയമൊക്കെ അറിയുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം എന്താണ്? ഫനാമ അൻഹു ബില്ലൈൽ. ഒറ്റ രാത്രി നിസ്കരിക്കൂല, റമദാൻ മാസത്തിൽ പോലും രാത്രി നിസ്കരിക്കൂല, കിടന്നുറങ്ങും. വലം യഅമൽ ഫീഹി ബിന്നഹാർ. ഖുർആനിൽ പറഞ്ഞത് ജീവിതത്തിൽ പകർത്തൂല്ല. പകല് ഖുർആൻ ഓതൂല്ല, പഠിക്കൂല, ഖുർആൻ അനുസരിച്ച് ജീവിക്കൂല. അവനെയാണ് തലങ്ങും വിലങ്ങും മറച്ചു കിടത്തിയിട്ട് തല പരത്തി ഖിയാമത്ത് നാൾ വരെ ഈ ശിക്ഷ തുടരുന്നത്. പണ്ഡിതനായ ഒരാളുണ്ട്, അയാളിങ്ങനെ ഖുർആൻ ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കും. മനസ്സിലായില്ല? ആളുകളൊക്കെ അങ്ങനെ വേണം സുബൈക്ക് എന്ന് പറയുമ്പോൾ സുബൈക്ക് പോവില്ല. ആളുകളോട് അശ്ലീലം ആസ്വദിക്കരുതെന്ന് പറയും, ഇവൻ അശ്ലീലം ആസ്വദിക്കും. മനസ്സിലായില്ലേ? ഹറാമുകൾ ചെയ്യും, ഹറാമ് സമ്പാദിക്കും, ബാങ്കിൽ പണമിട്ട് പലിശയിലൂടെ സമ്പാദ്യമുണ്ടാക്കും. മനസ്സിലായില്ലേ? മൗലവിയാണ്, മുസ്ലിയാരാണ്. പക്ഷെ എന്താണ്? അവരെ ഖബറിൽ ചെല്ലുമ്പോൾ അവരുടെ കുടൽമാലകൾ പുറത്തിട്ട് ആസുകല്ലിൽ കെട്ടിയിട്ട് കറക്കാൻ പറയും. ഭാരമേറിയ ആസുകല്ലിൽ കെട്ടിയിട്ട് കറങ്ങാൻ പറയും. പണ്ഡിതന്മാരെ നികൃഷ്ടമായി ശിക്ഷിക്കുമെന്ന് പഠിപ്പിച്ചു. പടച്ചോൻ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ജനങ്ങളോട് ദഅവത്തെടുത്തും, നമ്മൾ പള്ളിയിൽ വരണം, ക്ലാസ് ഉണ്ട്, ക്യാമ്പുണ്ട്, തറാവീഹ് കഴിഞ്ഞാൽ ക്ലാസ് ഉണ്ട്, വരണം എന്ന് പറയും. എന്തിനായി ക്ലാസ്? ആ ക്ലാസ്സിലുള്ള ഏതെങ്കിലും വിഷയം ക്ലാസ്സിലേക്ക് ക്ഷണിച്ചവൻ സ്വീകരിക്കോ? ഒരുപാട് ദഅവാസ് കോഡ് നടത്തി. അവനവന്റെ ജീവിതത്തിൽ ഇസ്ലാമുണ്ടോ? കൃത്യമായ നമസ്കാരമുണ്ടോ? സകാത്ത് നൽകിയവരാണോ ഈ ഇരിക്കുന്നവരെല്ലാവരും? ഈ വർഷത്തെ സമ്പാദ്യത്തിന് സകാത്ത് നൽകിയവരാണോ? നമ്മൾ റമദാനിന് മുമ്പേ ഫർളായ സംഗതിയാണല്ലോ സകാത്ത്. ജനങ്ങളോടൊക്കെ പറയാം, അത് വേണം, ഞങ്ങൾ മുജാഹിദിലേക്ക് ക്ഷണിക്കുകയാണ്, പാർട്ടിയിലേക്ക്, ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്, നിങ്ങൾ കുത്തുബകൾ കേൾക്കണം, പഠിക്കണം, കേസറ്റ് കേൾക്കണം, സ്ക്വാഡ് വർക്കാണ്. അവനാൻ്റെ ജീവിതത്തിലില്ലെങ്കിൽ ഇതാ ആസുകല്ല് കറക്കേണ്ടി വരും ഖബറിൽ ചെന്നിട്ട്. വ്യഭിചരിക്കുന്നവർ, വല്ലദീ റഅയ്തുഹു ഫി തഖബി ഫഹുമുസ് സുനാത്ത്. അവിടെ അതാ താഴ്ഭാഗം വിസ്താരമുള്ളതും മേൽഭാഗം കുടുസായതുമായ ഒരു ചൂള, ഒരടുപ്പ്. ആ അടുപ്പിൽ നഗ്നരായി വറുക്കപ്പെട്ടുകൊണ്ടിരിക്കും ആണും പെണ്ണും. ഫഹുമുസ് സുനാത്ത്, വ്യഭിചാരികളാണ്. കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നവരുടെ കണ്ണുകൾ വറുക്കപ്പെടുന്നു, കാതുകൊണ്ട് വ്യഭിചരിക്കുന്നവരുടെ കാതുകൾ വറുക്കപ്പെടുന്നു. വ്യഭിചാരം സാക്ഷാത്കരിച്ചവർ ഒന്നടങ്കം ആ വറുക്കപ്പെടുന്ന ആ ഗുരുതരമായ ശിക്ഷയെക്കുറിച്ച് പരിചയപ്പെടുത്തി. പലിശ വാങ്ങിയ ആളുകൾ രക്തത്തിന്റെ ഒരു നദിയിൽ നീന്തിത്തുടിക്കും. അവരുടെ ശരീരം അത് നുരുമ്പിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവർ പുളഞ്ഞ് കരയും. നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പരിക്കനായ ഒരാൾ ഒരു പാറക്കല്ല് കൊണ്ട് തലക്കെറിയും. എന്നിട്ട് ആ നദിയുടെ മധ്യത്തിലേക്ക് തന്നെ മടങ്ങും. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഖബറിൽ, നരകത്തിൽ വേറെ, ഖബറിലാണിത്. എന്നിട്ട് ഈ ഹദീസിന്റെ ഒക്കെ അവസാനം ഖിയാമത്ത് നാൾ വരെ ഇത് തുടരുമെന്നുണ്ട്. അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഇത് ആവർത്തിക്കും. പലിശ, അരിബാ സബൂന ഹുബ, പലിശ 70 ഇനമുണ്ടെന്ന. ഐസറുഹാൻ യൻകിഹ ഉമ്മ, അതിലേറ്റവും നിസ്സാരമായ പലിശ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. അതിനേക്കാൾ മോശമായൊരു പണി വേറുണ്ടോ? പലിശ എന്ന് വെച്ചാൽ നിസ്സാരാന്നാരും വിചാരിച്ചത്? പലിശ ഇടപാട് ശരിക്കും സൂക്ഷിച്ചോ. പരമാവധി അതിൽ നിന്ന് വിട്ടു നിൽക്കുക തന്നെ വേണം. സമ്പൂർണമായി പലിശ തിന്നുന്നതിൽ നിന്നും അതിൻ്റെ ഇടപാട് നടത്തുന്നതിൽ നിന്നും വിട്ടു നിൽക്കുക തന്നെ വേണം. അതിൻ്റെ 70 തരത്തിലുണ്ട് പലിശ. അതിൽ ഏറ്റവും കനം കുറഞ്ഞ ഏർപ്പാടിന് സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കുന്ന ഗൗരവം ഉണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലാച്ചോ? പലിശക്കാരന് കഠിനമായ ശിക്ഷ. സക്കാത്ത് കൊടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവര് ആടുമാടുകൾക്കാണ് സക്കാത്ത് കൊടുക്കാത്തെങ്കിൽ ഖബറിൽ എല്ലാ രാവിലെയും വൈകുന്നേരവും അവരെ മലർത്തിക്കിടത്തും. എന്നിട്ട് അവർ സക്കാത്ത് നൽകാതിരുന്ന മുഴുവൻ അവരുടെ സമ്പാദ്യമായ ആടുമാടുകളെ കൊണ്ടുവരും. അതിന് കുളമ്പുകളും കൊമ്പും കൊടുക്കും. എന്നിട്ട് അവ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കുളമ്പ് കൊണ്ട് അവനെ ചവിട്ടുകയും കൊമ്പ് കൊണ്ട് അവനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്യും. ഖബറിലെ 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും സക്കാത്ത് നൽകാത്ത ആളുകൾക്ക് ഈ ശിക്ഷ നൽകിക്കൊണ്ടിരിക്കും. ഈ എല്ലാ തെറ്റുള്ളവർക്ക് ശിക്ഷകൾ മാറി മാറി എല്ലാ ശിക്ഷയും അനുഭവിപ്പിക്കാൻ പടച്ചവന് കഴിയും. മനസ്സിലാക്കണം, ദുനിയാവിൻ്റെ അവസ്ഥയല്ല ബർസഖിൽ. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന ബോധമുണ്ടാകണം. വല്ലാഹു അസീസുൻ സുൻതിഖാം, അള്ളാഹു പ്രതാപിയാണ്, ശിക്ഷാ നടപടികളുള്ളവനാണ് എന്ന ബോധമുണ്ടാകണം. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന ബോധം നമ്മൾക്കുണ്ടാകണം കാഫറിന്റെ വിഷയം പഠിക്കുന്ന സമയത്ത്. അങ്ങനെ എന്താണ്? ഇനി
സക്കാത്ത് പണത്തിന് സക്കാത്ത് കൊടുക്കാത്തവർ, ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാത്തവർ, ആഭരണം ഉണ്ടാക്കി വെച്ചാൽ പോരാ, ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ പോരാ, അതിന്റെ നിസാബ് എത്തിയിരിക്കുന്നുവെങ്കിൽ അത് പഠിക്കണം, അതറിയണം. വസ്വാസില്ലാതെ സൂക്ഷ്മതയോടുകൂടി അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കാൻ കഴിയാതിരുന്നാൽ ഇതാ അലങ്കാരത്തിന് വേണ്ടി അണിഞ്ഞ ആഭരണങ്ങളുണ്ടല്ലോ, അതേപോലെ തന്നെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടിയ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആഭരണങ്ങളും സ്വർണവും വെള്ളിയും ഒക്കെ ഉണ്ടല്ലോ, സക്കാത്ത് കൊടുക്കാതെയാണ് വരുമാനമെങ്കിൽ അത് നാളെ തകിടുകളാക്കി മാറ്റുമെന്നും എന്നിട്ട് നെറ്റിത്തടങ്ങളിലും പാർശ്വഭാഗങ്ങളിലും മുതുകല്ലുകളിലും ഇസ്തിരി വെക്കുമെന്നും പറഞ്ഞു. നിങ്ങൾ വിചാരിക്കേണ്ട ഈ ചെറിയ ശരീരത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ വലിപ്പമൊക്കെ മാറി. പരലോകത്തേക്ക് ഹാജരാകുമ്പോൾ കാഫര്യങ്ങളെ വലിപ്പമൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ടാവും. മുഅ്മിനീങ്ങൾക്ക് എല്ലാവരും 60 മുഴം നീളുണ്ടാവും. കാഫര്യങ്ങൾക്ക് കുഫറിൻ്റെ അനുസരിച്ചുള്ള വലിപ്പം ഉണ്ടാവും. അവൻ്റെ കുഫർ മുഴുവൻ വലിയ ശരീരമായിട്ട് എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. മാ ബൈന മൻകിബയൽ കാഫിർ ഫിന്നാർ മസീറത്തു സലാസത്തി അയ്യാമിൻ ലിറാക്കിബിൽ മുസ്രി. നരകത്തിലൊരു കാഫിറിൻ്റെ 2 ചുമലുകൾക്കിടയിൽ വേഗം കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരാൾക്ക് 3 ദിവസം യാത്ര ചെയ്യണം, വലത്തെ ഷോൾഡറിൽ നിന്ന് ഇടത്തെ ഷോൾഡറിൽ എത്തണമെങ്കിൽ. മറ്റൊരു ഹദീസിൽ മാ ബൈന മക്കത്തവൽ മദീന, മക്കൻ്റെയും മദീനയുടെ ഇടക്കുള്ള ദൂരം 450 കിലോമീറ്ററാണ്. അത്രയും ദൂരം ഒരു മനുഷ്യന്റെ ഷോൾഡറിന്റെ ഇടയിൽ. അപ്പൊ അവനെത്ര ഉണ്ടാവും? എന്നിട്ട് പറഞ്ഞു ഒരു കാഫിറിന്റെ തൊലിയുടെ കട്ടി 42 മുഴമാണ്. മറ്റൊരു ഹദീസിൽ 70 മുഴാണെന്ന തൊലിയുടെ കട്ടി. ഒരു മുഴം ഇത്ര 70 മുഴം അല്ലെങ്കിൽ 42 മുഴം കട്ടി. അവന്റെ അണപ്പല്ല് ഉഹുദ് മലയേക്കാൾ വലുതാണ്, ഉഹുദ് മലയെ പോലെയാണ്. നരകത്തിൽ ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവന്റെ സീറ്റ്, അത് കമാ ബൈന മക്ക വൽ മദീന. നേരത്തെ മൻകിബിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ അവൻ ഇരിക്കുന്ന ഭാഗം അത് മക്ക മദീനയുടെ അത്ര വലിപ്പം ഉണ്ടാവും. എത്ര വൃത്തികെട്ട രൂപമായിരിക്കും, കാണാൻ വല്ല കോലം ഉണ്ടാവും? ഇല്ല, വയറൊക്കെ താണ് നിലത്ത് തട്ടും. അതിന്റെ പുറമെ ഭാരമേറിയ ചങ്ങലകൾ ഉണ്ടാകും. ചങ്ങലകളിൽ ബന്ധിച്ച് അനങ്ങാൻ കഴിയാതെ, ഉയർത്തിയ തല താഴ്ത്താൻ കഴിയാതെ, അങ്ങനല്ലേ ഫഹു മുഖ്മഹൂന്നല്ലേ, അങ്ങനെയാണ് അവിടെ ശിക്ഷിക്കപ്പെടുക. ഇത്രയും വലിയ കടവായാണ് കൊളുത്തി വലിക്കപ്പെടുന്നത്. ഇത്രയും വലിയ ശരീരമാണ് അഗ്നിയിൽ വറുക്കപ്പെടുന്നത്. ഇത്രയും വലിയ ശരീരമാണ് കത്രികകൾ കൊണ്ട് കത്രിക്കപ്പെടുന്നത്. ഇത്രയും വലിയ ശരീരമാണ് രക്തത്തിന്റെ നദിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. ഇത്രയും വലിയ ശരീരത്തിലേക്കാണ് വലിയ മൃഗങ്ങളെ കൊണ്ടുവന്ന് കുളമ്പ് കൊണ്ട് തലയിലും മറ്റും ചവിട്ടി മതിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നത്. നിസ്കാരം ബോധപൂർവം ഉപേക്ഷിച്ച് കളഞ്ഞ ആൾ, നിസ്കരിക്കണ്ടെന്ന് വെച്ചാൽ അയാൾ ഖബറിൽ എവിടെയാണെന്നറിയോ? നിസ്കരിക്കണ്ടെന്ന് വെച്ചവൻ ഖബറിൽ എവിടെയാണെന്നറിയാമോ? ഖബറിൽ അയാൾ ഏറ്റവും വലിയ ശിക്ഷയിൽ നരകത്തിന്റെ അനുഭവങ്ങളിൽ നിൽക്കുന്നവരാണ് ഫിർഔനും നമ്രൂദും ഖാറൂനും ഹാമാനും. അതേപോലെ തന്നെ ഉബയ്യ് ബിൻ ഖലഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊണ്ട് ഒരാളെ മരിച്ചിട്ടുള്ളൂ, ഉഹുദ് യുദ്ധത്തിലാണ്. നബി ഒരു കഠാരി കൊണ്ട് എറിഞ്ഞു. ഉബയ്യിന്റെ കഴുത്തിലെ ഈ കുഴിയിൽ തന്നെ ആ കഠാരി പതിച്ചു. വേറെ ഒരാൾ നബിയുടെ കൈ കൊണ്ട് മരിച്ചിട്ടില്ല, അത്ര ധിക്കാരി. തന്റെ ജ്യേഷ്ഠന്റെ കൂടെ ഉമയ്യത്തിന്റെ കൂടെ പ്രവാചകന്റെ അരികിൽ വന്ന് എന്ന് ചോദിച്ച ആളാണ് ആര്? ഉബയ്യ്. ആ ഉബയ്യിന്റെ കൂടെ നിസ്കരിക്കാത്തവരെയും രാവിലെയും വൈകുന്നേരവും ബർസഖിൽ കിടത്തും. നിസ്കരിക്കാത്തവൻ അവരുടെ അഗ്നിയിൽ കിടക്കണം, ഫിർഔനിന്റെ അഗ്നിയിൽ കിടക്കണം നിസ്കരിക്കാത്തവര്. പടച്ചോന്റെ തീരുമാന ഖബറിൽ. ഇങ്ങനെ ഓരോന്നും പഠിപ്പിച്ചു. ഖബറിന്റെ ഗൗരവത്തെക്കുറിച്ച്, ശിക്ഷയുടെ ഗൗരവത്തെക്കുറിച്ച്, ഒരു മനുഷ്യന്റെ 42 അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ 3 ദിവസത്തെ വഴിദൂരമുള്ള കട്ടി തൊലിക്കുണ്ടാകുമെങ്കിൽ ആ തൊലിയാണ് കത്തിക്കപ്പെടുന്നത്. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലിഹിം നാറ കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. റബ്ബ് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിയവർ അവരെ നാം നരകത്തിൽ പ്രവേശിപ്പിക്കും. അവരുടെ തൊലി കരിഞ്ഞു പോകുമ്പോൾ, ഇത്രയും കട്ടിയേറിയ തൊലികൾ കരിഞ്ഞവർ പുളഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുതിയ തൊലി നാം അവർക്ക് നൽകും എന്നാണ് നരകത്തിന്റെ ശിക്ഷയുടെ കാഠിന്യത്തെ സംബന്ധിച്ച് സൂറത്തു നിസായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇത്രയും ഗംഭീരമാണ് പിന്നെ നരകത്തിന്റെ അവസ്ഥ. മരണത്തിന് ശേഷമുള്ള ഓരോ ശിക്ഷയുടെയും അവസ്ഥ എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖബർ കഴിഞ്ഞാൽ പിന്നെ ഉയർത്തെഴുന്നേൽപ്പാണ്. എല്ലാവരും ഒരു വലിയ മഴ പെയ്യും. ആ മഴ നനഞ്ഞുകൊണ്ട്, പാലിന്റെ നിറമുള്ള ഒരു മഴയാണ്, ആ മഴ നനഞ്ഞുകൊണ്ട് ഖബറിന്ന് എല്ലാവരും എണീറ്റ് വരും. ആദ്യം എണീറ്റ് വരുന്ന ആൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബിയുടെ ഉമ്മ, അങ്ങനെ പിറകോട്ട് എല്ലാവരും ബർസഖിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക്, വിശാലമായ ഒരു പ്രദേശത്തേക്ക്, ആകാശം അതല്ലാത്ത മറ്റൊന്നായി അള്ളാഹു മാറ്റി തീർക്കുകയും അവിടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. അങ്ങനെ ആ വിശാലമായ മഹ്ശറിന്റെ ഒരു മൂലയിൽ
കോടിക്കണക്കായ മനുഷ്യർ. അവിടെ ഇങ്ങനെ ഇരിക്കാൻ കസേരയില്ല, ആളുകളൊക്കെ മിണ്ടാതൊക്കെ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ 1 മണിക്കൂർ നിന്നാൽ മതിയോ? 2 മണിക്കൂർ വിചാരണക്ക് യുഗങ്ങളോളം കാത്തിരിക്കണം. ഇവിടുത്തെ വലിപ്പം അവിടെ സമയമൊന്നും നിശ്ചയിക്കണ്ട, ദുനിയാവിൻ്റെ സമയമൊന്നും അവിടെ അല്ല. കാലങ്ങളോളം ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല, നിൽക്കണം. മനസ്സിലായില്ലേ? വിചാരണക്ക് വേണ്ടി ദീർഘമായ നൃത്തം. സത്യവിശ്വാസികളെ മാറ്റി നിർത്തും. കുറ്റവാളികളെ മാറി നിൽക്കുവിൻ, അവരെ മാറ്റി നിർത്തി. വിശ്വാസികൾക്ക് അറശിന്റെ തണലുണ്ട്. നിഷേധികളുടെയും മുനാഫിക്കുകളുടെയും മീതെ തലയ്ക്ക് തൊട്ടുമീതെ സൂര്യൻ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കും. നഫ്സി നഫ്സി നഫ്സിയ എന്നവർ പുളഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങി ബേജാറിൽ കണ്ണു പടച്ചവനിലേക്കൊന്ന് തല ഉയർത്താൻ കഴിയാതെ, നാവുയർത്താൻ ഭാഗ്യം കിട്ടാതെ ബേജാറായി നിൽക്കുന്ന ഒരു രംഗമുണ്ട്, നിങ്ങൾക്കറിയുമോ? അങ്ങനെ അവിടെ അതാ എല്ലാവരും വെപ്രാളത്തോടു കൂടി നിൽക്കും. ആരെങ്കിലും ഒന്ന് വിചാരണക്കെങ്കിലും എടുത്താൽ മതി. നരകാണെങ്കിലും വേണ്ടില്ല, സ്വർഗാണെങ്കിലും വേണ്ടില്ല. ആര് പറയും പടച്ചവനോട്? പടച്ചവനോട് ആര് ചോദിക്കും? ആർക്കും ധൈര്യമില്ല. പടച്ചവനെ വിചാരം അത്രയേറെ പാപം, എല്ലാവരുടെ മുന്നിലും പാപങ്ങൾ ഇങ്ങനെ തെളിയണം. നേരം ഒരു കാര്യം ബേജാറായിട്ട് ഞാൻ മിണ്ടിപ്പോയ നീയാണ് എന്നോട് പറയണമെന്ന് ചോദിക്കും. ആ പേടിയോടുകൂടി ലാ യതകല്ലമൂൻ ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വഖാല സവാബ. ഒരാളും സംസാരിക്കുന്നില്ല, അള്ളാഹുവിന്റെ സമ്മതം കിട്ടണം. കഴിച്ചു അതല്ല മാപ്പ് കൊടുത്തില്ലേ? ഫതആബ അലൈഹി, അള്ളാഹു തൗബ സ്വീകരിച്ചു എന്ന് ഉറപ്പുള്ളതാണ് ആ വിഷയം. എന്നാലും ചെയ്ത കാര്യങ്ങളൊക്കെ നാളെ ഹാജരാക്കപ്പെടുമ്പോൾ ഞാൻ ആ മരം തൊട്ടതും ഹാജരാക്കപ്പെടുമല്ലോ, അതിൻ്റെ ബേജാറിൽ അള്ളഹാനോട് എനിക്ക് മിണ്ടാൻ പറ്റൂല. അള്ളൊരു മരം തൊടരുന്നതിനോട് പറഞ്ഞിട്ട് ഞാനാ പോയി തൊട്ടില്ലേ, ആ അള്ളഹാനോട് എനിക്ക് മിണ്ടാൻ പറ്റില്ല. നിങ്ങൾ നൂഹ് നബി ഉണ്ടാവും അവിടെ. നബിമാർക്ക് വരെ പടച്ചവനോട് സംസാരിക്കാൻ പെർമിഷൻ കിട്ടണമെങ്കിൽ കാത്തിരിക്കണം. നൂഹ് നബി ഉണ്ട്, നൂഹ് നബി വേറെ ബേജാറിലാണ്, ഇബ്രാഹിം അലൈഹി സ്വലാം വേറെ ഒരു ബേജാറിലാണ്. അങ്ങനെ അവരൊന്നും തെറ്റ് ചെയ്തവരല്ല, മഅ്സൂമുകളാണ്. എന്നിട്ട് പോലും റബ്ബിനോട് സംസാരിക്കാൻ, നാവ് ഉയർത്താൻ ധൈര്യമില്ലാതെ പ്രവാചകന്മാർ പോലും വിനീതരായി നിൽക്കുന്ന മഹ്ശറിന്റെ ആ ഗംഭീരമായ ഭീകരാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മൂസാ റസൂലുള്ളാഹി അലൈഹി സ്വലാമിന്റെ അരികിൽ ചെല്ലും, അദ്ദേഹം ഒഴിയും. ഈസാ അലൈഹി സ്വലാമിന്റെ അരികിൽ ചെല്ലും, അദ്ദേഹവും ഒഴിയും. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി അള്ളാഹിനോടുമുണ്ടോ? നബിക്ക് പോലും ധൈര്യമില്ല. നബി ഒരു കിടത്താണ് സുജൂദിൽ, ഫഖറ സാജിദാണ്. നബി സുജൂദിൽ അങ്ങ് വീഴും. എത്ര കാലം? ഖബറിൽ കിടന്നതിനേക്കാൾ കൂടുതൽ കാലം. മാഷാ അല്ലാഹ്, ദീർഘമായ കാലയളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കും. നബി സുജൂദിൽ കിടന്നാൽ പിന്നെ ഇനി ആരെടുത്തു പോകും പറയാൻ? അശഫാഅത്തുൽ ഉദ്മ, അതിമഹത്തായ ശഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. വേറെ ആരോടും ഇനി പറയാനില്ല. അങ്ങനെ അതാ കാലങ്ങൾ കഴിഞ്ഞപ്പുറം അല്ലാഹു യാ മുഹമ്മദ് ഇർഫഅ റഅസക് സൽ തുഅത വശ്ഫഅ തുശഫഅ, നീ നിന്റെ തല ഉയർത്തിക്കോളൂ, ചോദിക്കൂ തരാം, ശുപാർശ ചെയ്തോളൂ പരിഗണിക്കാം. അപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കിട്ടി. ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തി ഇതാ എന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹു വിചാരണ ആരംഭിക്കുമോ? ഇല്ല. അങ്ങനെ മുഹമ്മദ് നബിയുടെ വിളിവ് കേട്ടു, വിചാരണ ആരംഭിക്കാൻ തീരുമാനിച്ചു. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റ. അങ്ങനെ അതാ റബ്ബും മലക്കുകളും അണിയണിയായി വരികയാണ്. റബ്ബിനെ ആർക്കും, വിശ്വാസികൾക്കും പ്രവാചകന്മാർ ഉൾപ്പെടെയുള്ളവർക്കും അന്നേരം നേരിൽ നോക്കിക്കാണാൻ കഴിയില്ല. പക്ഷേ റബ്ബിന്റെ സാന്നിധ്യം എല്ലാവരും അറിയും. അതിഗംഭീരമായ വിചാരണ നടക്കാൻ പോകുന്നു. എത്ര സമയം വേണമെങ്കിലും റബ്ബിനുണ്ട്. റബ്ബിന് യാതൊരു തിരക്കുമില്ല. ആദ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന്റെ വിചാരണ. നമ്മുടേത് കഴിഞ്ഞിട്ടേ ബേക്കോട്ടുള്ളൂ. അവസാനത്തെ ഉമ്മത്തിൻ്റെത് കഴിഞ്ഞിട്ടേ ബേക്കോട്ട് വിചാരണയുള്ളൂ. അങ്ങനെ വിചാരണക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കും. ക്ഷമയോടുകൂടി അവിടെ ക്ഷമിച്ചാലും കണക്കാണ്, ക്ഷമിച്ചില്ലെങ്കിലും കണക്കാണ്. ഇസ്ബിറു ഔ ലാ തസ്ബിറു സവാഉൻ അലൈക്കും, രണ്ടും സമമാണ്. അവിടെ അങ്ങനെ വിചാരണക്ക് വേണ്ടി എൻ്റെ അവസ്ഥ എന്തായിരിക്കും കാത്തിരിക്കുന്ന ഒരു സന്ദർഭം. വിചാരണ ഇനിയും ആരംഭിച്ചിട്ടില്ല, അള്ളാഹു വന്നു കഴിഞ്ഞു. മലക്കുകൾ കൃത്യമായ സഫുകളായി നിരന്നു കഴിഞ്ഞു, കോടിക്കണക്കായ മലക്കുകൾ. എന്നിട്ടോ പിന്നീട് നരകം കൊണ്ടുവരാൻ പറയും. യുഅ്താ ബിജഹന്നമ യൗമഇദിൻ, അന്നേ ദിവസം നരകം കൊണ്ടുവരപ്പെടും. ലഹാ സബൂന അൽഫ സിമാം, അതിന് 70,000 ചങ്ങലകളുണ്ട്. മാ കുല്ലി സിമാമിൻ സബൂന അൽഫ മലക് യജുറൂനഹ, അതിനെ വലിച്ചു വെച്ച് കൊണ്ടുവരാൻ ഓരോ കടിഞ്ഞാണിലും ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ വീതമുണ്ട്. 70,000 മലക്കുകൾ വീതം 70,000 ചങ്ങലകളിൽ വലിച്ചു കൊണ്ടുവരാൻ മാത്രം വലുപ്പവും ആഴവും ഭാരവുമേറിയതാണ് നരകാഗ്നി. അതിങ്ങനെ കൊണ്ടുവരും. അതാണ് വജീഅ യൗമഇദിൻ ബിജഹന്നം, നരകാഗ്നി കൊണ്ടുവരപ്പെടും. റബ്ബ് വന്നു, മലക്കുകൾ വന്നു, നരകാഗ്നി കൊണ്ടുവരപ്പെട്ടു. അതവിടെ സ്ഥാപിച്ചു. ഇപ്പോൾ മഹ്ശറിന്റെ 2/3 ഭാഗം നരകമാണ്. മുന്നോട്ട് നോക്കിയാൽ നരകം,
വലത്തോട്ട് നോക്കിയാൽ നരകം, ഇടത്തോട്ട് നോക്കിയാൽ നരകം. കോടിക്കണക്കായ മനുഷ്യരൊക്കെ മഹ്ശറിന്റെ ഒരു മൂലയിലേക്കേ ഉള്ളൂ. അവരവിടെ ഒതുങ്ങി നിൽക്കും. അത്രയും വലുതാണ് നരകം. എന്നിട്ടാണ് അള്ളാഹു വിചാരണ ആരംഭിക്കുന്നത്. വിചാരണയുടെ മുമ്പ് അള്ളാഹു നരകത്തോട് സംസാരിക്കാൻ പറയും. അപ്പോഴെന്താണ് സംഭവിക്കുക എന്നറിയാമോ? നരകത്തിൽ നിന്ന് അഗ്നിയുടെ ഒരു കഴുത്തുയർന്നു വരും. ആ കഴുത്തിൽ നിന്ന് 2 കണ്ണുകൾ തുറച്ചു നോക്കും. അതിൽ നിന്ന് 2 കാതുകൾ കേൾക്കുന്നതുണ്ടായിരിക്കും. വലിസാനൻ യൻതഖു ബിഹി, സംസാരിക്കുന്ന ഒരു നാവുണ്ടായിരിക്കും. ഫയഖൂൽ, എന്നിട്ട് ആ നരകം വിചാരണയുടെ മുമ്പ് വിചാരണ കാത്തിരിക്കുന്ന കോടിക്കണക്കായ മനുഷ്യരുടെ, ജിന്നുകളുടെ ഗംഭീരമായ സദസ്സിനോട് പറയും, ഇന്നി വുക്കിൽതു ബിസലാസ, ഈ കൂട്ടത്തിൽ നിന്ന് 3 ആളുകളെ ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ്. വിചാരണ കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരണം. വിചാരണ കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരണം. ഞാൻ പിടിച്ചെടുക്കാൻ പോവുകയാണ്. നരകം പറയും. ആരാണ് 3 കൂട്ടർ? ബിക്കുല്ലി ജബ്ബാരിൻ അനീദ്, ധിക്കാരികളായ എല്ലാ സ്വേച്ഛാധിപതികളും എന്ന് പറഞ്ഞാൽ അഹംഭാവം പ്രവർത്തിച്ച പ്രജകളോട് അനീതി പ്രവർത്തിച്ച മുഴുവൻ സ്വേച്ഛാധിപതികളും, അഹങ്കാരം പ്രവർത്തിച്ചവർ, ശരീഅത്തിന്റെ നിയമങ്ങളെ അവഗണിച്ചവർ, അവരാണ് ഒരു കൂട്ടർ. 2 വബിക്കുല്ലി മൻ ദഅ അല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിന്റെ കൂടെ മറ്റ് ഇലാഹുകളെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, ബീവിയെ, ബാബയെ, ഉമ്മയെ, അമ്മയെ, സിദ്ധനെ, വലിയനെ, ശൈഖിനെ, തങ്ങളെ, ഇങ്ങനെ അള്ളാഹുവെ വിളിക്കുന്നത് പോലെ അള്ളാഹുവെ രക്ഷിക്കണേ, സഹായിക്കണേ, രോഗം മാറ്റണേ, എൻ്റെ മകളുടെ കല്യാണം ശരിയാക്കി തരണേ, കടബാധ്യതയിൽ നിന്ന് കരകയറ്റണേ, റബ്ബിനോട് ചോദിക്കുന്നത് പോലെ സലാത്ത് നഗറിലേക്ക് ചെന്നുകൊണ്ടോ അല്ലാതെയോ, വീട്ടിലിരുന്നു കൊണ്ടോ അല്ലാതെയോ, ആമീൻ പറഞ്ഞുകൊണ്ടോ, പ്രാർത്ഥനകളായോ റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ മുഹമ്മദ് നബിയെ വിളിച്ചുകൊണ്ടും ഔലിയാക്കന്മാരെ വിളിച്ചുകൊണ്ടും സൃഷ്ടികളെ കൊണ്ടും വിളിച്ചുകൊണ്ടും അങ്ങനെ സൃഷ്ടി പൂജ നടത്തുകയും വിഗ്രഹ പൂജ നടത്തുകയും ചെയ്ത മുഴുവൻ ആളുകളോടും നരകം എഴുന്നേറ്റ് നിന്നിട്ട് പറയും, നിങ്ങളെയൊക്കെ ഞാൻ ഏറ്റെടുക്കും. നിങ്ങൾ വിചാരണ എന്നൊരു കാര്യമില്ല. വിചാരണ നടന്നു നിങ്ങൾക്ക് രക്ഷയില്ല. നിങ്ങൾ കുടുങ്ങി. പേടിപ്പിച്ചതിന് ശേഷമേ വിചാരണ തുടങ്ങുള്ളൂ. അതുപോലെ തന്നെ നടക്കും ചെയ്യും. 3ാമതൊരു ടീം വൽ മുസവ്വിരീൻ, ശില്പികളാണ്. ജീവനുള്ള വസ്തുക്കളുടെ രൂപമുണ്ടാക്കി വെക്കുന്നവർ. കുട്ടികൾക്ക് കളിക്കാനുള്ള പാവകളിൽ ഇളവുണ്ടെന്നല്ലാതെ വീട്ടിൽ ജീവനുള്ള വല്ല വസ്തുക്കളുടെയും രൂപങ്ങളോ ശില്പങ്ങളോ ചിത്രങ്ങളോ ഉണ്ടെങ്കിൽ എടുത്തു കളഞ്ഞേക്കുക. ഇന്നൊരു തീരുമാനം നമുക്കുണ്ടാകണം. കാരണം നമ്മുടെ ഖബറിൽ നമ്മുടെ കൂടെ മറ്റാരുമില്ല. നമ്മുടെ വിചാരണയിൽ സഹായിക്കാൻ മറ്റാരുമില്ല. ഒരു വക്കീലിനെ വെച്ച നേരം വിചാരണയെ നേരിടാൻ കഴിയുമെന്നാരും വിചാരിക്കണ്ട. ഒറ്റക്കൊറ്റയ്ക്ക് റബ്ബിനോട് നേരിട്ട് വിചാരണക്ക് മറുപടി പറയേണ്ടി വരുന്ന അതിസങ്കീർണമായ നിർണായകമായ ഘട്ടമാണ്. 3ാമതായി ചിത്രമുണ്ടാക്കി വെക്കുന്നവരെ, ശില്പമുണ്ടാക്കി വെക്കുന്നവരെ ഞാൻ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ജീവനുള്ള രൂപങ്ങളുടെ ചിത്രം വരയ്ക്കാൻ ഇഷ്ടപ്പെട്ട ഒരാളോട് പ്രവാചകൻ പറഞ്ഞു, അരുത്, ആ ചിത്രം നീ വരയ്ക്കരുത്. വേണമെങ്കിൽ നീ ചെടികളുടെ ചിത്രം വരച്ചോളൂ, ജീവനില്ലാത്ത വസ്തുക്കളുടെ ചിത്രം വരച്ചോളൂ എന്ന് നിർദ്ദേശിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ സൂക്ഷിക്കണം. ഫോട്ടോകളോടുള്ള ഭ്രമവും ശില്പങ്ങളോടുള്ള താല്പര്യവും ഇങ്ങനെ ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ ഷോക്കേസിൽ കൊണ്ടുവെക്കുന്ന പ്രവണതയുമൊക്കെ നമ്മുടെ സലഫി കുടുംബങ്ങളിൽ നിർബന്ധമായും അതെടുത്തു മാറ്റിയില്ലെങ്കിൽ വിചാരണയുടെ മുമ്പേ ബേജാറോടുകൂടി, അല്ലെങ്കിൽ തന്നെ ഹൃദയം താഴ്ന്നിട്ടാണ്, ഇനിയും താഴ്ന്നു നിൽക്കേണ്ട അവസ്ഥ, പേടിച്ച് താണ് വെപ്രാളത്തോടുകൂടി വിറച്ചുകൊണ്ട് വിചാരണയെ കാത്തിരിക്കേണ്ട ഘട്ടമുണ്ടാകുമെന്ന ബോധമുണ്ടാകണം. അതാണ് അന്നത്തെ അവസ്ഥ. ഇത്രയും ഒരാളും മിണ്ടാതെ ഗംഭീരമായ വിചാരണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ഘട്ടം, അതിനെപ്പറ്റി എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചോ? അത് ചിന്തിച്ചാൽ നമ്മൾ പറയില്ലേ, പടച്ചോനെ വിചാരണ എനിക്ക് എളുപ്പമാക്കി തരണം. 3 വട്ടമാണോ നമ്മൾ സ്വർഗം ചോദിക്കാം? 3 വട്ടമാണോ നരകമോചനം ചോദിക്കാം? 300 വട്ടം ചോദിക്കൂലേ? ഒരുപാട് തവണ ചോദിക്കൂലേ? പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല. ചിന്തിക്കണം, കേൾക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് അവർ വിചാരണ കഴിഞ്ഞാൽ 2 തരത്തിൽ വിചാരണ ഉണ്ടാകും. ഞാൻ വളരെ ചുരുക്കി പറയാം. സത്യവിശ്വാസിയുടെ വിചാരണ ലളിതമാണ്. ഹിസാബ് യസീർ. ആയിഷ ബീവി, ഒരാൾ വിചാരണ ചെയ്യപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടുന്ന ഉറപ്പാ. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു പ്രവാചകരോട്, എന്താ ചോദിച്ചത്? അപ്പൊ ഹിസാബ് യസീർ, സൗഫൻ ഹാസബ് ഹിസാബ് യസീറാന്നുണ്ടല്ലോ, അതെന്താന്ന് ചോദിച്ചു. ദാലിക്കൽ അറളൂന, അതൊരു പ്രദർശനം മാത്രം. സത്യവിശ്വാസി സ്വർഗത്തിൽ പോകേണ്ട ആളുകളെ അള്ളാഹു ഒരിടത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവർ ചെയ്ത കർമ്മങ്ങൾ മുഴുവൻ കാണിച്ചു കൊടുക്കും. അതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അള്ളാഹ് ചോദിക്കും. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് മറ്റാരും കാണാതെ മഹ്ശറിൽ വലിയൊരു മറയിട്ടിട്ട്, ഒരു ഹിജാബ് ഇട്ടിട്ട് അവനെ അടുത്ത് നിർത്തിയിട്ട് അള്ളാഹ് ചോദിക്കും, ആ താരിഫ് ദമ്പക്കഥ, ഈ തെറ്റ് നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. തെറ്റ് ചെയ്തോ, എന്തുകൊണ്ടാണ് നീ ചെയ്തതെന്ന് ചോദിക്കൂല. ലിമ ഫഅൽതാന്നോ ലിമലം തഫ്അൽനോ ചോദിച്ചാൽ ശിക്ഷ ഉറപ്പാ. നമ്മൾ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് അള്ളാഹ് ചോദിക്കുക, എന്തിനാ അങ്ങനെ ചെയ്ത്, എന്തേ ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞ്, എന്തുകൊണ്ട് നീ നിസ്കാരത്തിന് പങ്കെടുത്തില്ല, എന്തുകൊണ്ട് നീ ഹറാമ് കണ്ടു ചോദിച്ചാൽ ശിക്ഷ ഉറപ്പാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണേ, മരിക്കണേനിടക്ക് കിട്ടണ അവസരം ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് അതിന് രക്ഷപ്പെടണം.
പിന്നെ നന്മകൾ അതിൻ്റെ പിറകെ വർദ്ധിപ്പിച്ചിട്ട് അതിനെ മായ്ച്ചു കളയണം. അങ്ങനെ അല്ലെങ്കിൽ അള്ളാഹ് ചോദിക്കും. എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ എല്ലാവരും കേൾക്കും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ആളുകളെ ആ വിഷയത്തിൽ അള്ളാഹു മറയിട്ടിട്ട് ചോദിക്കും. എന്നിട്ട് പറയുന്നത്, ദുനിയാവിൽ നീ തെറ്റിയതപ്പോൾ ആരും കണ്ടിട്ടില്ല, ഞാനാ അന്ന് മറച്ചു വെച്ച്. പക്ഷെ നീ പിന്നീട് കുറ്റബോധത്തോടു കൂടി തൗബ ചെയ്തു, നീ ഇസ്തിഗ്ഫാർ നടത്തി, നീ പുണ്യങ്ങൾ വർദ്ധിപ്പിച്ചു, അതുകൊണ്ട് ഇന്നും ഞാൻ നിനക്കത് മറച്ചു വെക്കാൻ. നിനക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കും. ഇതിങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിട്ട് ചോദിക്കുമ്പോൾ മാപ്പ് തന്നാലും അല്ല കാണിച്ചാണ് ചോദിക്കും. ആദനബിയോട് ചോദിക്കും, എന്ത് ഇങ്ങനെ ഒരു മരം തൊട്ട് ഓർക്കുണ്ടോ എന്ന് ചോദിക്കും. ആ താരിഫ് ദമ്പക്കഥ എന്ന് ചോദിക്കും. അങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ എല്ലാ മനുഷ്യന്മാരും പറയും, ഹലക്തു, ഞാൻ നശിച്ചത് തന്നെ. കാരണം പടച്ചോൻ ആ ചെറുതെന്ന് തോന്നിയൊരു കാര്യം പോലും, നിസ്സാരി മിസ്കാല് ദർറത്ത് പോലും അള്ളാഹ് നേരെ കൊണ്ടുവന്ന് കാണിക്കണം. അതുവരെ കാണുമ്പോൾ ഞാൻ കുടുങ്ങിയത് തന്നെയാണ്. അങ്ങനെ ബേജാറായി നിൽക്കുമ്പോൾ അള്ളാഹ് പറയാണ്, ഇല്ല ജി കുടുങ്ങിയിട്ടൊന്നുമില്ല, ജി നിസ്കരിച്ചു, നോമ്പ് നോറ്റു, ഇസ്തിഗ്ഫാർ നടത്തി, അങ്ങനെ പുണ്യങ്ങൾ വർദ്ധിപ്പിച്ചു, തൗബ ചെയ്തു, എൻ്റെ തൗബയൊക്കെ ഞാൻ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ഞാനിത് ആരെയും കാണിക്കാതെ മറച്ചു വെച്ചു, എനിക്ക് സ്വർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞു വിടും. ഇതാണ് സത്യവിശ്വാസിയുടെ വിചാരണ. അവർക്ക് വലിയ സന്തോഷമായിരിക്കും കിതാബ് വിട്ടു. നിഷേധി അങ്ങനെയല്ല. നിഷേധിയുടെ നഖത്തിൻ്റെ ചികളോളം വരുന്ന തെറ്റുപോലും പരസ്യമായി അള്ളാഹു അപമാനിക്കും. അതാണ് ഇബ്രാഹിം നബി, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ എന്നെ അപമാനിക്കരുതായിരുന്നു. ആരൊക്കെ കാണരുതെന്ന് വിചാരിച്ച്, ആരൊക്കെ കാണാതെ റൂമിൻ്റെ വാതിൽ അടച്ചു ചെയ്തത് തെറ്റാണെങ്കിലും, നാട് വിട്ടുപോയി ചെയ്ത തെറ്റാണെങ്കിലും, കാണണ്ടെന്ന് വിചാരിക്കുന്നവരൊക്കെ കാണും. ഭാര്യയും മക്കളും മാതാപിതാക്കളും ഉറ്റ സുഹൃത്തുക്കളും നാട്ടുകാരും പരിചയമുള്ളവരെല്ലാവരും ഇങ്ങനെ കാണുന്ന രൂപത്തിൽ തെറ്റ് അങ്ങനെ തന്നെ കൊണ്ട് നല്ല പ്രദർശിപ്പിക്കും. ഓരോ ഹറാമുകളും, ഓരോ തിന്മകളും, ഓരോ വേണ്ടാത്ത വാക്കുകളും പ്രവർത്തനങ്ങളും. അങ്ങനെ കഠിനമായ വിചാരണ. അതാണ് ഒരു നിഷേധിയെ സംബന്ധിച്ചിടത്തോളം. അവസാനം നരകത്തിൽ അവൻ കരിയേണ്ടി വരും. വിചാരണ കഴിഞ്ഞു. വിചാരണയ്ക്ക് ശേഷം അവന് മീസാൻ അവിടെ സ്ഥാപിക്കപ്പെടും എന്നാണ്. വനളൗൽ മവാസീന ബിൽ ഖിസ്ത്, ന്യായപ്രകാരം നാം നീതിപൂർവകമായി മീസാനുകൾ സ്ഥാപിക്കും. ലിയൗമിൽ ഖിയാമ, അന്തിമ നാളിനു വേണ്ടി. ഫലാ തുദ്ലമു നഫ്സുൻ ശൈഅ, അന്നാരോടും അനീതി കാണിക്കപ്പെടുകയില്ല. സൂറത്തുൽ അംബിയായിലെ 47-ാമത്തെ ആയത്ത്. ഫഅമ്മാ മൻ സഖലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അന്നാരാണോ തുലാസിൽ ഘനം തൂങ്ങുന്നത് അവരാണ് വിജയികൾ. ومن خفت موازين فمن ثقلت موازينه فاولئك هم المفلحون ومن خفت موازينه, ആരുടെ തുലാസിലാണോ അന്നേരം ഘനം കുറയുന്നത്, فاولئك الذين خسروا انفسهم في جهنم خالدون, അവർ സ്വയം നഷ്ടം വരുത്തി വെച്ചവരാണ്, അവർ നരകത്തിൽ അനശ്വരരാണ്. തൽഫഹു വുജൂഹും النار وهم فيها كالحون, നരകാഗ്നി അവരുടെ മുഖത്തെ കരിച്ചു കളയും, അവർ അതിൽ പല്ലിളിച്ച് കാട്ടുന്നവരായിരിക്കും. അതേപോലെ തന്നെ അവർ സംതൃപ്തമായ ഒരു ജീവിതത്തിലായിരിക്കും കനം തൂങ്ങുന്നവർ. അല്ലാത്തവർക്ക് നരകാഗ്നിയുടെ കുഴിയായിരിക്കും എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ട് നമുക്കറിയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വിഷയത്തിൽ ഏറ്റവും അവസാന ഭാഗത്തേക്ക്. അങ്ങനെ തുലാസ് സ്ഥാപിച്ചു. അതിനെക്കുറിച്ച് ദീർഘമായ ധാരാളം ഹദീസുകളും അതേപോലെ വിശുദ്ധ ഖുർആനിലൂടെ തന്നെയുള്ള ചില സൂചനകളും ആ വിഷയത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടോ തുലാസിൽ എല്ലാവരും അവനവൻ്റെ കർമ്മങ്ങൾ ഇങ്ങനെ നോക്കിക്കാണും. അപ്പോഴാണ് ചില ആളുകൾ നന്മയും തിന്മയും ഇങ്ങനെ തുല്യമായിട്ട് നിൽക്കും. അവരാണ് ബേജാറോട് കൂടി കുറച്ച് കാലം അഹ്റാഫിൽ കാത്തുക, അവസാന സ്വർഗത്ത് കൊണ്ടുപോകും. വേറെ ചില ആളുകളുണ്ട് കുറച്ചും കൂടി വേണം, ഒരു സുബ്ഹാനല്ലയും കൂടി ഉണ്ടെങ്കിൽ പൊങ്ങിയനെ. അതില്ലാത്തതിൻ്റെ ബേജാറ്, എത്ര റമദാൻ പാഴാക്കി, എത്ര ദിവസം പാഴാക്കി. തെറ്റുകൾ ഇങ്ങനെ ഒരു ഭാഗത്ത് കൂടിയിട്ട് നന്മയുടെ ഭാഗം ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുകയാണ്, തെറ്റിൻ്റെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. പ്രത്യേകമായ തുലാസാണ്. അതിങ്ങനെ കണ്ട് ബേജാറായിട്ട് വാപ്പാൻ്റെ മുഖത്തേക്ക് നോക്കും, ഉമ്മ അവിടെ നോക്കും, കാക്കാനെ നോക്കും, മക്കളെ നോക്കും. അതിനെപ്പറ്റിയാണ് ഖുർആനിൽ എന്ത് പറഞ്ഞത്, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. മനുഷ്യൻ തൻ്റെ സഹോദരനിൽ നിന്ന് ഓടിപ്പോകും. എൻ്റെ അടുത്തേക്ക് എൻ്റെ ഇക്കാക്ക് ഇങ്ങനെ വരിക, ഒരു നിസ്കാരം തരുമെന്ന് വെച്ചിട്ട്. ഞാൻ ഇക്കാക്കാൻ നിസ്കാരം കിട്ടുമെന്ന് വിചാരിച്ച് കാത്തിക്കണ നേരത്തായത് ഓടും. ബാപ്പാൻ്റെ അടുത്തേക്ക് ചെല്ലും, ഉമ്മാൻ്റെ അടുത്തേക്ക് ചെല്ലും, മക്കളുടെ അടുത്തേക്ക് ചെല്ലും, ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലും. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. എല്ലാവർക്കും അവനാൻ്റെ കാര്യം അവനാന് മാത്രം തന്നെ ഉണ്ട്. എനിക്ക് എൻ്റെ തന്നെ പോരാ, ഒന്നും കൂടി കിട്ടിയാൽ സ്വർഗത്തിൽ ഒരു പദവിയും കൂടി വരുമല്ലോ എന്ന് വിചാരിക്കും. സ്വർഗത്തിലെ 2 പദവികൾക്കിടയിലുള്ള വ്യത്യാസം ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം. ആ ബേജാറിലും വെപ്രാളത്തിൽ നിൽക്കുന്ന ഒരുത്തൻ്റെ കർമ്മവും അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല. അല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഓരോരുത്തർക്കും അവൻ പണിയെടുത്ത് തന്നെയുള്ളൂ. അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. ഒരുത്തൻ്റെ ഭാരവും വേറൊരുത്തൻ ഏറ്റെടുക്കില്ല. അവനാൻ നഫ്സി നഫ്സി. ശരിക്കും മനസ്സിലാച്ചോളി, തുലാസിലാണ് തൂക്കും. കർമ്മങ്ങളെല്ലാവരും കാണും, അതൊരു വലിയ പ്രവർത്തനമാണ്. ആ നടപടി കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹു നരകത്തിൻ്റെ വക്കിലേക്ക് എല്ലാവരെയും കൊണ്ടുവരും. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ
കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. എല്ലാവരും അതിൻ്റെ അരികിൽ നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും വരിക തന്നെ ചെയ്യും. അത് റബ്ബിന്റെ ഗണ്യതമായ തീരുമാനമാണ്. ഹത്മൻ മഖ്ദിയ, അത് സുനിശ്ചിതമായ വിധി നിർണയിക്കപ്പെട്ട തീരുമാനമാണ് എന്നാണ്. നരകത്തിന്റെ വക്കിലേക്ക് എല്ലാവരെയും കൊണ്ടുവരും. നബി അടക്കമുള്ളവർ വരും, അവിടെ വക്കിൽ വന്ന് നിൽക്കും. എന്നിട്ടോ സുമ്മ നുനജ്ജില്ലദീന തഖൗ വനദറു ളാലിമീന ഫിഹാ ജസിയ. തഖ്വയുള്ള ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. എങ്ങനെ? സിറാത്ത് എന്നുള്ളൊരു പാലത്തിലൂടെ. അല്ലാത്ത ളാലിമുകളെയും മുനാഫിക്കുകളെയും കാഫിറുകളെയും മുഴുവൻ നരകത്തിലേക്ക് വലിച്ചിടും. നരകത്തിന്റെ വക്കിലെത്തിയ നരകത്തിന് വലിയ ആകർഷശക്തിയാണ്. ഇന്ന ജഹന്നമക്കാനത്ത് മിർസ്വാദാണ്. നരകണ്ട് വലിച്ചെടുത്തവൻ നരകത്തിലേക്ക് വീണ് കഴിഞ്ഞു. മുശ്രിക്കുകൾ നേരിട്ട് നരകത്തിൽ വീണു. അവർക്ക് സിറാത്ത് പാലം തൊടാൻ പോലും കിട്ടൂല. അവർ ഒരിക്കലും നിസ്കാരം തീരെ അല്ലാത്തവരും മുശ്രിക്കുകളും യുക്തിവാദികളും പടച്ചോനത്തന്നെ തള്ളിയവരും അവരൊക്കെ എന്നേക്കും നരകത്തിലാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് തൗഹീദ് ഉണ്ടാകും, അള്ളാഹനെ അംഗീകരിച്ചിട്ടുണ്ടാവും. ഒരുപാട് തോന്നിയാസം വേറെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത ആളുകളൊക്കെ പാലത്തുമ്മ കയറുമെന്നതിന് ഏറ്റവും കൂടുതൽ തെറ്റുള്ളവരൊക്കെ താഴെ വീണു. ചില ആളുകൾ കുറച്ചൊക്കെയാണ് പോകും, ചില ആളുകൾ അങ്ങനെ കിടക്കും. അതിലൊരു കൂട്ടരുണ്ട് മിന്നൽ പിണറിൻ്റെ വേഗതയിലാണ് അവരുടെ യാത്ര. വേറൊരു കൂട്ടരുണ്ട് കണ്ണിമ ചിമ്മി തുറക്കുന്ന വേഗതയിലാണ് യാത്ര. വേറെ ഒരു കൂട്ടരുണ്ട് അടിച്ചു വീശുന്ന കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ. മറ്റൊരു സംഘമുണ്ട് അവർ അതിവേഗം സഞ്ചരിക്കുന്ന ഒരു കുതിരയുടെ വേഗതയിൽ. വേറെ ഒരു കൂട്ടർ ഓടിപ്പോകും, വേറെ ഒരു കൂട്ടർ നടന്നു പോകും, വേറെ ഒരു കൂട്ടർ എഴഞ്ഞിട്ടെങ്കിലും പോകും. അവസാനം പോകുന്ന ആ കൂട്ടർ ഈ സിറാത്ത് എന്ന വഴുവഴുപ്പുള്ളൊരു സ്ഥലമാണ്. മനസ്സിലായില്ലേ? തഖ്വ കൊണ്ടേ അവിടെ ഗ്രിപ്പ് കിട്ടുള്ളൂ. വേറെ ഒരു സംഗതി കൊണ്ട് ഇവിടെ വരുത്ത വലിയ സർക്കസ് അഭ്യാസികൾക്കൊന്നും അതിന് മുകളിൽ കൂടെ കയറിപ്പോകാൻ പറ്റില്ല. ഈമാന് വേണം. തഖ്വ ഉള്ളവനാണ് അതിൽ ഭദ്രമായി മലക്കളൊന്ന് കൊണ്ടുപോകുക അതുവഴി. മനസ്സിലായില്ലേ? അതല്ലാത്തവൻ അതിൻ്റെ ഇരുവശത്തും സാധാൻ മുള്ളുകളുടെ കൊളുത്തുകൾ ഉണ്ടാകും. നരകത്തിൽ നിന്ന് വലിയ പർവ്വതങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കും. അഖബ അതൊക്കെ താണ്ടിക്കടന്നങ്ങ് സിറാത്തിലൂടെ കടക്കണം എന്നുണ്ടെങ്കിൽ, തട്ടി താഴെ വീഴാതിരിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഈമാന് വേണം, ഇഖ്ലാസ് വേണം, സൽക്കർമ്മങ്ങൾ വേണം. തൗഹീദ് മാത്രം പോരാ. തൗഹീദ് ഉള്ളവനെ പറ്റിയാണ് പറഞ്ഞത് ഫലഖതഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ. പോരാ, തൗഹീദ് മാത്രം പോരാ. ഫഖുർ അഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ യതീമൻ ദാ മഖറബ. അടിമകളെ മോചിപ്പിക്കണം, അഗതിയെ ഭക്ഷിപ്പിക്കണം, അനാഥയെ സംരക്ഷിക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് സർവോപരി സുമ്മക്കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ. സർവോപരി ഈമാന് വേണം. അങ്ങനെ ഈമാനോടുകൂടി മുന്നോട്ട് പോകുന്നവരെ അള്ളാഹു അതാ സുരക്ഷിതമായി സിറാത്ത് എന്ന പാലത്തിൽ നല്ല വെളിച്ചമുണ്ടാവും. ആ വെളിച്ചത്തിലൂടെ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അക്കരാണ് കടത്തും. അല്ല, ചില ആൾക്കാർ മുറിവ് പറ്റിയിട്ടാണെങ്കിലും അക്കരെത്തും. എന്നാലും ആ മുറിവോടുകൂടി അള്ളാഹുവിൻ്റെ ശിക്ഷ തീർത്തു. സിറാത്ത് കഴിഞ്ഞ് അപ്പുറത്തെ പിന്നെ ശിക്ഷയല്ല, സിറാത്തുമ്മലാണ് അവസാനത്തെ ശിക്ഷ. കഴിഞ്ഞു, പരലോകത്തെ ശിക്ഷകൾ അവസാനിച്ചു. പിന്നെ അപ്പം അക്കരെ കടന്നു. ചില ആളുകൾ സിറാത്തിൽ നിന്ന് താഴെ വീണവരൊക്കെ അവരുടെ തെറ്റിൻ്റെ വലുപ്പം അനുസരിച്ച് കുറേ കാലം നരകത്തിലെ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് ഒരു ദിവസം അള്ള പുറത്തുകൊണ്ടുവരും. കരിക്കട്ടകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും, എന്നിട്ട് സ്വർഗത്തിൽ കൊണ്ടുവരും. സ്വർഗത്തിൽ എല്ലാവർക്കും ആദം നബിയുടെ സൗന്ദര്യമായിരിക്കും. സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അവിടുത്തെ മുറ്റത്തെ മണ്ണിന് കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും. അവിടുത്തെ ചരൽക്കല്ലുകൾ രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളുമായിരിക്കും. മനസ്സിലായില്ലേ? അവിടെ ആരും തുപ്പുന്നില്ല, മൂക്ക് പിഴിയുന്നില്ല, മലമൂത്ര വിസർജനമില്ല, ആരും ആരെയും ശകാരിക്കുന്നില്ല, വെറുപ്പിക്കുന്ന ഒന്നുമില്ല. എല്ലാ വാക്കുകളും ആനന്ദപൂർണ്ണമാണ്. നല്ല ഇഷ്ടമുള്ള സംഗീതം ആസ്വദിക്കുന്നത് പോലെ എല്ലാവരുടെ ശബ്ദവും ആസ്വദിക്കാൻ കഴിയും. നൃത്തനൃത്യങ്ങളുണ്ട്. അവിടെ ഹറാമുകളില്ല, വിലക്കുകളില്ല. അതേപോലെ തന്നെ ആർക്കും ആക്ഷേപകരമായി ഒന്നുമില്ല. ഉറ്റവരാരെങ്കിലും നരകത്തിൽ പോയാൽ അവരെക്കുറിച്ച് ഓർത്തൊരു വേവരാതിയൊന്നുമില്ല. അത് ഉറ്റവരാണെന്നുള്ള വിചാരം തന്നെയല്ല. മനസ്സിലായില്ലേ? സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ചാളുകൾ സ്വർഗത്തിലേക്ക് വരേണ്ടവർ ഇപ്പം നരകത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. നരകത്തിൽ ഒരു ദിവസം പോലും കഴിച്ചു കൂട്ടാൻ പറ്റില്ല. അവിടുത്തെ ഒരു ദിവസം ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന, 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമാണ് നരകത്തിൽ ഒരു ദിവസം. ഒരു ദിവസം ശിക്ഷ സഹിക്കാൻ പറ്റില്ല. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഇന്ന അഹ്വന അദാബിന്നാരി ജംറത്താനി, 2 അടുപ്പിൻ്റെ കല്ലുകളാണ്. ഒരു ജോഡി ചെരുപ്പ് കല്ലാണത്, അടുപ്പിൻ്റെ കല്ല്. അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പറയും. ചെരുപ്പിൻ്റെ സ്ഥാനത്ത് അഗ്നിയുടെ കല്ല്. അത് കയറി നിൽക്കുമ്പോഴേക്കും യഹലി ദിമാഹുഹു, അവൻ്റെ തലച്ചോറ് ഇങ്ങനെ തിളച്ചു മറിയും. അവൻ പൊളഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആ നരകത്തിൽ അവൻ വെന്തുരുകുന്ന ആ സമയത്ത് നരകത്തിൽ അവൻ്റെ രൂപം ഞാൻ നേരത്തെ പറഞ്ഞു. അത്ര വൃത്തിയിട്ട രൂപത്തിൽ ചങ്ങലയിൽ ബന്ധിച്ചിട്ടാണ് ഈ കരിച്ചു കളയുന്നതൊക്കെ. അങ്ങനെ ആ ശിക്ഷകൾ അവൻ ഒരു സെക്കൻഡ് നേരത്തെ ഏറ്റവും നിസ്സാരമായ ശിക്ഷ പോലും വലുതാണെന്ന വിചാരം. അങ്ങനെ ആ നരകത്തിൽ കഴിച്ചുകൂട്ടിയ ആളുകളിൽ തൗഹീദുള്ളവരുണ്ടെങ്കിൽ അവരെ അവസാനം അള്ളാഹു ക്രമമനുസരിച്ച് ഇങ്ങനെ പുറത്തു കൊണ്ടുവന്ന കരിക്കട്ടയായിരിക്കും. അതിനെ അള്ളാഹു വെളുപ്പിക്കും. എന്നിട്ട് 60 മുഴം നീളം കൊടുക്കും. ഇവിടെ വലിയ ഭീമാകാരന്മാരായിരുന്നില്ലേ, 60 മുഴം നീളത്തിലേക്ക് ചുരുക്കി കൊണ്ടുവരും. സുന്ദരന്മാരാക്കും. ആദനബിയുടെ സൗന്ദര്യം അവസാനം വരുന്ന ആളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കും. അപ്പോൾ ആദ്യം പോയ ആൾക്കാരെങ്ങനെ ഉണ്ടാവും? മനസ്സിലായില്ലേ? അങ്ങനെ
മന്ത്രവാദം നടത്താത്ത, ചരട് മന്ത്രിച്ച് കെട്ടാത്ത, പ്രശ്നം വെക്കാത്ത, ജ്യോത്സ്യന്മാരെ സമീപിക്കാത്ത ആളുകളാണ് 70,000 ആളുകളാണ് ഏറ്റവും ആദ്യം സിറാത്തിലൂടെ കടന്നു പോവുക. ഏറ്റവും ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാവരും. തൗഹീദിൻ്റെ ആൾക്കാരെ ആദ്യമാണ് പോകുള്ളൂ. അങ്ങനെ അവരൊക്കെ അവസാനം അള്ളാഹു നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. എല്ലാവരെയും കൊണ്ടുവന്നു. ഇനി നരകത്തിലുള്ളവർ നരകത്തിൽ തന്നെ. അവർ മുഖല്ലതുകളായ ശിക്ഷയേറ്റ് വാങ്ങിയവർ അശിർക്കിൻ്റെയും കുഫറിൻ്റെയും നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ട്. അതേപോലെ അവർ തൗഹീദില്ല, അതല്ലെങ്കിൽ അള്ളാഹുവത്തിനെ നിരാകരിച്ചു. ആ ആളുകളെ ഇനി നരകത്തിൽ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരെയും ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ അള്ളാഹു ചോദിക്കും. എന്താ ചോദിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സംഗതി തരട്ടെയോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ ചോദിക്കും, അലം തുബയ്യിദ് വുജൂഹന, നീ ഞങ്ങളെ മുഖം വെളുപ്പിച്ചു തന്നില്ലേ? ഞങ്ങളെ നീ അലം തുൻജീനാ മിനന്നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിച്ചില്ലേ? ഇനി നീ ഞങ്ങൾക്ക് എന്താ തരാൻ? ഞങ്ങളെ സ്വർഗത്തിൽ കയറ്റിയില്ലേ? ഇനി നീ ഞങ്ങൾക്ക് എന്താ തരാൻ പോകുന്നത്? അപ്പോഴാണ് ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നന്മ പ്രവർത്തിച്ചവർക്ക് സ്വർഗമുണ്ട്, ഹുസ്നായ സ്വർഗമുണ്ട്, അതിന് കൂടുതലുമുണ്ട്. റബ്ബങ്ങ് പ്രത്യക്ഷപ്പെടും. അപ്പോഴേ പ്രവാചകന്മാരടക്കമുള്ളവർക്ക് റബ്ബിനെ കാണാൻ പറ്റും. ഈ സുന്ദരമായ ലോകം പടച്ച തമ്പുരാൻ, പ്രപഞ്ചത്തിൻ്റെ നാഥൻ, വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹിം നാദിറ ഇലാ റബ്ബിഹാ നാദിറ, ചില മുഖങ്ങളുണ്ട് അവർ പ്രസന്നമായ മുഖങ്ങളായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ, അവരുടെ റബ്ബിലേക്ക് ഇങ്ങനെ നോക്കി ആസ്വദിക്കുന്നവർ. കാഫിറുകളാണെങ്കിലോ കല്ലാ റബ്ബിഹിം ലമഹജൂ യൗമഇദിൻ റബ്ബിഹിം ലമഹജൂബൂൻ, കാഫിറുകൾക്ക് റബ്ബിനെ കാണാൻ പോലും കിട്ടൂല. അങ്ങനെ സ്വർഗം കിട്ടുക എന്നതിനേക്കാൾ വലുതാണ് സ്വർഗത്തിൽ ചെന്ന് റബ്ബിനെ കാണാൻ അവസരമുണ്ടാവുക എന്നുള്ളത്. അതാണ് അവസാനം. അങ്ങനെ റബ്ബിനെ കാണേണ്ട കണ്ണുകൾ, റബ്ബിലേക്ക് നടക്കേണ്ട കാലുകൾ, റബ്ബിലേക്ക് തിരിയേണ്ട ഹൃദയങ്ങൾ എങ്ങനെയാണ് ശൈത്താനിലേക്കും പിശാചിലേക്കും മ്യൂസിക്കിലേക്കും ഡാൻസിലേക്കും പാട്ടിലേക്കും അശ്ലീലത്തിലേക്കും ചാനലുകളിലേക്കും തോന്നിവാസങ്ങളിലേക്കും പരദൂഷണത്തിലേക്കും ഈ അള്ളാഹുവിലേക്ക് തിരിയേണ്ട കണ്ണുകളും കാതുകളും ഹൃദയങ്ങളും തിരിച്ചു വെക്കാൻ നമുക്ക് സാധിക്കുക? ഇത് ചിന്തിച്ചുകൊണ്ട് നാം പിരിയുക. സർവശക്തനായ അള്ളാഹു നമുക്കൊരിക്കലും തടുക്കാൻ കഴിയാത്ത ഗൗരവമേറിയ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ നമ്മുടെ ഇബാദത്തുകൾ കാരണമായി കാത്തുരക്ഷിക്കുമാറാവട്ടെ. കുഫറിൻ്റെ റുക്കനുകളായി മാറിക്കൊണ്ടിരിക്കുന്ന അഹന്തയിൽ നിന്നും അസൂയയിൽ നിന്നും കോപത്തിൽ നിന്നും ദേഹേച്ഛകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപക്വത കൊണ്ടും അവിവേകം കൊണ്ടും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. റമദാനിൻ്റെ ഓരോ രാവിലും അവസാന ഭാഗത്ത് അള്ളാഹു ഒരു കൂട്ടം ആളുകൾക്ക് നരകമോചനം ഉറപ്പുവരുത്തുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുഹ്സിനുകളിൽ ഇഖ്ലാസോടെ ഇബാദത്തുകൾ പൂർത്തീകരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ നോമ്പും ഖുർആൻ പാരായണവും ഖിയാമുൽ ലൈലുമെല്ലാം അളവറ്റ പ്രതിഫലവുമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على إطاعتك. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. والسلام عليكم ورحمة الله. മതവിജ്ഞാന രംഗത്ത് കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള മാസിക അൽമനാർ മാസിക.